നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. Flexi, Life Easy, Electronics and Home Appliances. JDU-വിനെ LDF-ലേക്ക് ക്ഷണിച്ച് CPIM. രാഷ്ട്രീയ നിലപാട് ഉടൻ പ്രഖ്യാപിക്കണമെന്ന് കോടിയേരി. അവസാന ഈർക്കിലും വലിച്ച് ഫെബ്രുവരിയിൽ വരാൻ നോക്കണ്ട. ചർച്ച ഏത് സമയത്ത് നടത്തുന്നതിനും CPM സന്നദ്ധമാണ്. JDU-വിന് പിന്നാലെ വെറുപിടിച്ചോടാനില്ലെന്ന് പിണറായി. ഞങ്ങളതിനൊരു വെറി പിടിച്ച് അവരെ പിന്നാലെ ഓടാനൊന്നും തയ്യാറല്ല. മുന്നണി മാറ്റ ചർച്ച പരസ്യമാക്കി JDU. ലയനത്തിൽ JDS-ൽ ഭിന്നത. UDF യോഗത്തിൽ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച് ഘടകകക്ഷികൾ. തോൽവിക്ക് കാരണം കോൺഗ്രസിലെ ഗ്രൂപ്പിസവും വിമതശല്യവും. വേഗത്തിൽ ഉണങ്ങാത്ത വിധം കേരള കോൺഗ്രസിന് ആഴത്തിൽ മുറിവേറ്റുവെന്ന് ജോയി എബ്രഹാം. ഘടകകക്ഷികളുടെ പ്രശ്നം തീർക്കാൻ ഉഭയകക്ഷി ചർച്ച. പാനായിക്കുളം സിമി ക്യാമ്പ് കേസിൽ 5 പ്രതികൾ കുറ്റക്കാരാണെന്ന് NIA കോടതി. 5 പ്രതികൾ ദേശവിരുദ്ധ ഗൂഢാലോചന നടത്തി. ശാശ്വതികാനന്ദയുടെ മരണത്തിൽ CRPC പ്രകാരമുള്ള അന്വേഷണം നടന്നിട്ടില്ലെന്ന് ഹൈക്കോടതി. ദുരൂഹത നീക്കാൻ പര്യാപ്തമായ അന്വേഷണം വേണം. ഹാരിസണിന്റെ ഭൂമി ഏറ്റെടുക്കാമെന്ന് ഹൈക്കോടതി. ഭൂപരിഷ്കരണ നിയമത്തിലെ ഇളവ് വിദേശ കമ്പനിക്ക് നൽകാനാവില്ല. ഫ്ളാറ്റ് വിവാദത്തിൽ ഫയർഫോഴ്സ് വാദങ്ങളെ തള്ളി മുഖ്യമന്ത്രി. 3 നിലയ്ക്ക് മുകളിലുള്ള കെട്ടിടവും കേരളത്തിൽ വേണം. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം നാളെ മുതൽ. എല്ലാം സഭയിൽ ചർച്ച ചെയ്യാമെന്ന് കേന്ദ്രം. അസഹിഷ്ണുതാ വിവാദത്തിൽ പറഞ്ഞതിൽ ഉറച്ച അമീർ ഖാൻ. ഇന്ത്യ വിട്ടുപോകാൻ ഉദ്ദേശമില്ല. ഇന്ത്യ ഏകാധിപത്യയുടെ രാജ്യമല്ല എന്ന് ഓർമ്മിപ്പിച്ച് രാഹുൽ ഗാന്ധി. ജനതാദൾ യുവിനെ മുന്നണി പ്രവേശനത്തിന് പരസ്യമായി ചർച്ചയ്ക്ക് ക്ഷണിച്ച് CPIM. JDU-വുമായി ചർച്ച നടത്തുന്നതിൽ ദുരഭിമാനമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. അതേസമയം ജനതാദളിനെയും RSPയെയും നേരത്തെ തന്നെ സ്വാഗതം ചെയ്തതാണെന്ന് VS അച്യുതാനന്ദൻ പ്രതികരിച്ചു. ജനതാദൾ യുണൈറ്റഡ് സംസ്ഥാന നേതൃയോഗത്തിൽ നടന്ന ചർച്ചകളെ സ്വാഗതം ചെയ്ത കോടിയേരി ഒരു തീരുമാനമെടുക്കാൻ ആ പാർട്ടി നേതൃത്വം സന്നദ്ധമാകണമെന്ന് വ്യക്തമാക്കി. ജനതാദളിനു വേണ്ടി വാതിൽ തുറന്നിട്ട CPM നിലവിലെ സാഹചര്യത്തിൽ അവരെ ചർച്ചയ്ക്കും പരസ്യമായി ക്ഷണിച്ചു. ജനതാദൾ യു ചർച്ചയ്ക്ക് സന്നദ്ധമാണെങ്കിൽ അവർ UDF-യുമായുള്ള ബന്ധം പുനഃപരിശോധിക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരങ്ങനെ ചർച്ച ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു തടസ്സവും ഞങ്ങൾ ഒരു കാലത്തും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ജനതാദൾ യുവിനെയും RSPയെയും LDF-ലേക്ക് നേരത്തെ തന്നെ സ്വാഗതം ചെയ്തതാണെന്ന് VS അച്യുതാനന്ദൻ വ്യക്തമാക്കി. ഇതുപോലുള്ള പാർട്ടികളുമെല്ലാം ആയിട്ട് തുടർന്നുള്ള തിരഞ്ഞെടുപ്പിലെല്ലാം യോജിപ്പുണ്ടാക്കാനുള്ള ആഗ്രഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി, സ്റ്റേറ്റ് സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞതാണ്. എന്നാൽ കോൺഗ്രസുമായി കൂട്ടുകൂടി സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ച് നടക്കുന്ന RSPയുമായി മുന്നണി പ്രവേശനം ചർച്ച ചെയ്യേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് RSP വിഷയത്തിൽ കോടിയേരിയും പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പിന് ശേഷവും RSP എടുക്കുന്ന നിലപാട് കോൺഗ്രസിൻ്റെ കൂടെ ഒട്ടു നിൽക്കുക, എന്നിട്ട് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടുമെന്ന് നോക്കുക. റിപ്പോർട്ടർ, കണ്ണൂർ. JDU രാഷ്ട്രീയ നിലപാട് ഉടൻ പ്രഖ്യാപിക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. അവസാന ഈർക്കിലും വലിച്ച് ഫെബ്രുവരിയിൽ വരാൻ നോക്കേണ്ടെന്നും കോടിയേരി പറഞ്ഞു. RSS ഉയർത്തുന്ന വർഗീയവൽക്കരണത്തെ ചെറുക്കാൻ സാധിക്കാത്ത മുന്നണിയാണ് UDF മുന്നണി. ഈ മുന്നണിയുടെ കൂടെ നിൽക്കാൻ എങ്ങനെ ജനതാദൾ യുവിന് സാധിക്കും? രാഷ്ട്രീയ നിലപാടെടുക്കാൻ ആർജവം കാണിക്കണം. ആ രാഷ്ട്രീയ നിലപാടെടുക്കാൻ ആർജവം കാണിച്ച് UDF വിട്ട് പുറത്തു വരാനാണ് അവർ തയ്യാറാകേണ്ടത്. അതല്ല, ഇനിയും ഫെബ്രുവരി മാസം വരെ കിട്ടേണ്ടതൊക്കെ വാങ്ങുക, എന്നിട്ട് അവസാനത്തെ ഈർക്കിലും വലിച്ചെടുത്ത് വരാം എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അപ്പോൾ ഇവിടെ അങ്ങനെ ആരും സ്വീകരിക്കുന്ന സ്ഥിതി ആ ഘട്ടത്തിൽ ഉണ്ടാകും എന്ന് കരുതാൻ പാടില്ല. ഇത് രാഷ്ട്രീയമാണ്. ജനതാദൾ യുവിന്റെ കിട്ടിയ മന്ത്രിസ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് കിട്ടുന്നൊക്കെ ഇങ്ങ് പോരട്ടെ എന്ന് കരുതിയിട്ടാണോ രാഷ്ട്രീയ നിലപാടെടുക്കാത്തത്? വിഷയത്തിൽ നമ്മോടൊപ്പം ജനതാദൾ എസ് സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസ് MLA. ശ്രീ മാത്യു ടി തോമസ്, ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് താങ്കൾ കൃത്യമായി പ്രതികരിക്കാത്തത്? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതൽ ഞങ്ങൾ ഇക്കാര്യത്തിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് കേരളത്തിലെ സോഷ്യലിസ്റ്റ് ജനതാ ഡെമോക്രാറ്റിക് പാർട്ടി JDS-യുമായി ഐക്യപ്പെടണം എന്ന് ഞങ്ങൾ വളരെ ആഗ്രഹിച്ചാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് കഴിഞ്ഞ നവംബർ മാസമാണ് ദേശീയ തലത്തിൽ ജനതാ പരിവാറിന്റെ ഐക്യം എന്ന ആശയം വന്നത്. അന്ന് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഐക്യത്തെ സ്വാഗതം ചെയ്യുന്നു. അതിനിടയിൽ കേരളത്തിലെ SJD JDU എന്ന നാഷണൽ പാർട്ടി ലയിച്ചു. ദേശീയ തലത്തിൽ ഐക്യം ഉണ്ടായാൽ കേരളത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം, യോജിച്ചു ചേരുന്ന പാർട്ടി LDF-ലായിരിക്കണം. നേതൃപ്രശ്നം അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ്. രാഷ്ട്രീയം പ്രധാനപ്പെട്ട വിഷയമെന്ന് കണക്കാക്കി ആ രാഷ്ട്രീയം മാറ്റി പറയാൻ മാത്രം ഞങ്ങളെ നിർബന്ധിക്കരുത്. അതുകൊണ്ട് യോജിക്കുന്ന പാർട്ടി LDF-ലായിരിക്കണം എന്ന വ്യവസ്ഥയിൽ മറ്റ് അധികാരം പങ്കുവയ്ക്കുന്ന കാര്യങ്ങളൊക്കെ
അപ്രസക്തമായ കാര്യങ്ങൾ എന്ന രീതിയിൽ യോജിക്കണമെന്ന് ഞങ്ങൾ അന്നും പറഞ്ഞതാണ്. പക്ഷേ ബീഹാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ മുലായം സിംഗ് ആ പരിവാർ സംവിധാനത്തിന് പുറത്തുപോയി. ഇനി മെർജർ ദേശീയ തലത്തിൽ ഐക്യം അല്ലെങ്കിൽ ലയനം ഇല്ല എന്ന നിലപാട് നിതീഷ് കുമാർ തന്നെ എടുക്കുകയുണ്ടായി. അപ്പോൾ കഴിഞ്ഞ ഡിസംബർ മാസം കേരളത്തിൽ JDUവിലേക്ക് ചേർത്തപ്പോൾ JDU ശക്തിപ്പെട്ട JDU ദേശീയ പാർട്ടിയുടെ ഭാഗമായി മാറിയപ്പോൾ ഞങ്ങളും ദേശീയ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നു. ദേശീയ തലത്തിലല്ലാതെ ഒരു ലയനത്തിന് സാധ്യതയില്ല എന്നാണ് ഇവിടുത്തെ ഒരു പ്രശ്നമായി നിലനിൽക്കുന്നത്. എന്നാൽ പോലും ഇന്നും കേരളത്തിലെ ഒരു ശരാശരി ജനതാദൾ, അത് യു ആണെങ്കിലും എസ് ആണെങ്കിലും, അവരാഗ്രഹിക്കുന്നത് ജനതാ പരിവാർ ദേശീയ തലത്തിൽ തന്നെ ശക്തിപ്പെട്ടു വരണം എന്ന് തന്നെയാണ്. വ്യക്തമല്ല എനിക്ക്. വീരേന്ദ്രകുമാറിൻ്റെ JDU LDFിൽ വന്നാൽ മാത്യു ടി തോമസിൻ്റെ പ്രാധാന്യം കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് മാത്യു ടി തോമസ് ഇതിന് ഒരു തിടുക്കം കാണിക്കാത്തത്, ഒരാഗ്രഹം പ്രകടിപ്പിക്കാത്തത് എന്ന നിലയിലുള്ള വീക്ഷണം താങ്കളും കേട്ടിട്ടുണ്ടാവുമല്ലോ. അത് മാത്യു ടി തോമസ് കേരള രാഷ്ട്രീയത്തിൽ ഇല്ല എന്ന് വിചാരിച്ച് കേരളത്തിൽ യാതൊരു അപകടവും ഉണ്ടാവുകയില്ല എന്ന് പരിപൂർണമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഞങ്ങൾ എടുത്തിരുന്ന കഴിഞ്ഞ നാൾ നേരത്തെ ബഹുമാന്യായ ശ്രീ വീരേന്ദ്രകുമാറിനെ അറിയാം. എന്ന വാക്ക് ഉപയോഗിച്ചപ്പോൾ തന്നെ പോയി രാജിവെച്ചവനാണ്. രാജി എന്ന് പറയുന്നതിന് മുമ്പേ തന്നെ. അതുകൊണ്ട് എന്റെ സ്ഥാനമാനങ്ങളല്ല, രാഷ്ട്രീയമാണ് പ്രധാനം. ആ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനും BJPക്കും എതിരായി ഞങ്ങൾ എന്നും ആഗ്രഹിക്കുന്ന പോലെ ജനാധിപത്യ സോഷ്യലിസ്റ്റിന്റെ ഐക്യമാണ് ഉണ്ടാകേണ്ടത്. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു തർക്കവും ഇല്ല. ദേശീയ തലത്തിലാണ് ഇപ്പോൾ ലയനം ചർച്ച ചെയ്യേണ്ടത് എന്ന ഒരു പ്രശ്നം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷേ മാത്യു ടി തോമസ്, നേരത്തെ പിണറായി വിജയൻ അടക്കം സ്വീകരിച്ചിരുന്ന നിലപാട് ജനതാദൾ യുണൈറ്റഡിന്, അന്ന് SJD ആയിരുന്നു, SJDക്ക് മുന്നണിയിലേക്ക് വരാം, പക്ഷേ അത് അവരുടെ പാരന്റ് സംഘടനയിൽ ലയിച്ചുകൊണ്ടായിരിക്കണമെന്ന്, അതായത് നിങ്ങളിൽ ലയിച്ചുകൊണ്ടായിരിക്കണം എന്നാണ് നേരത്തെ എടുത്തിട്ടുള്ള നിലപാടെങ്കിൽ ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണനൊക്കെ പറയുന്നത് നേരിട്ട് മുന്നണിയിലേക്ക് വരുന്നതിനെ കുറിച്ചാണ്. അക്കാര്യത്തിൽ CPM-ന് ഒരു നിലപാട് മാറ്റമുണ്ട് JDUവിനെ സ്വീകരിക്കുന്നതിൽ എന്ന കാര്യത്തിൽ താങ്കൾക്ക് വ്യക്തതയില്ലേ? JDU കൂടി വന്നാൽ മാത്രമേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തെരഞ്ഞെടുപ്പുകൾ വിജയിക്കാനാവൂ എന്ന ധാരണ എനിക്കില്ല. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ വിപുലപ്പെടുത്തണമെന്ന പൊതുസമൂഹത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി ഒരു നിലപാടും ജനതാദൾ എസ് സ്വീകരിക്കില്ല. ജനതാദൾ യുവിനെ ഒരു ഘടകകക്ഷിയാക്കി ഇടതുപക്ഷ മുന്നണിയിൽ കൊണ്ടുവരുന്നു എന്ന വിഷയം ഞങ്ങളുടെ പാർട്ടി തലത്തിൽ ചർച്ച ചെയ്തിട്ടില്ല. ആ ചർച്ചകൾ ഉണ്ടാകുമ്പോൾ അവിടെ ആണ് ഞങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തേണ്ടത്. പക്ഷേ കേരളത്തിലെ ഒരു പൊതുവികാരത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികളുടെ പൊതു താല്പര്യത്തിന് വിരുദ്ധമായി ഒരു നിലപാടെടുത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തിരികെ അധികാരത്തിൽ വരാനുള്ള സാധ്യതയ്ക്ക് 1% പോലും മങ്ങലേൽപ്പിക്കുവാൻ എന്റെ പ്രസ്ഥാനം തയ്യാറാവുകയില്ല. JDUവിനെ ഒരു കക്ഷിയായി മുന്നണിയിൽ എടുക്കുകയാണ് എങ്കിൽ ജനതാദൾ എസിന്റെ അനുവാദത്തോടുകൂടി മാത്രമായിരിക്കണമോ? മുന്നണി സംവിധാനത്തിൽ പണ്ടേ ഉള്ള ഒരു കീഴ്വഴക്കം പുതിയൊരു കക്ഷി ചേരുന്നത് മുന്നണി കൂട്ടായി ആലോചിച്ച് തീരുമാനമെടുത്തുകൊണ്ട് അങ്ങനെയുള്ള ചർച്ച വരുമ്പോൾ ഒരു കാരണവശാലും ഞങ്ങൾ നെഗറ്റീവായ ഒരു നിലപാടെടുക്കില്ല. പക്ഷേ ഞങ്ങളുടെ സംഘടനാ തലത്തിൽ ആ ചർച്ചകൾ നടന്നിട്ടില്ല എന്ന്. JDUവിനെ ഒറ്റയ്ക്ക് എടുക്കുകയാണ് എങ്കിൽ, അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച LDFിൽ നടക്കുകയാണെങ്കിൽ നെഗറ്റീവായ ഒരു നിലപാട് ജനതാദൾ എസ് എടുക്കില്ല എന്നാണോ താങ്കൾ ഇപ്പോൾ പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ സംഘടനാ തലത്തിൽ അത് ചർച്ച ചെയ്തിട്ടില്ല. പക്ഷേ UDF എന്ന രാഷ്ട്രീയ സംവിധാനം അധികാരത്തിൽ നിന്ന് പുറത്തു പോകണമെന്ന ശരാശരി കേരളീയന്റെ മനസ്സിന് അനുകൂലമായ നിലപാട് മാത്രമേ എന്റെ പാർട്ടി സ്വീകരിക്കൂ എന്ന് ഉറപ്പിക്കാം. അതിൽ കൃത്യമായ നിലപാടുകൾ പാർട്ടി ചർച്ച ചെയ്തതിനു ശേഷം വ്യക്തമാക്കാം. ശ്രീ മാത്യു ടി തോമസ്, ഈ 4.5 കൊല്ലം ഭരണത്തിൻ്റെ എല്ലാ സാധ്യതകളും ആസ്വദിച്ച് കഴിയുകയായിരുന്നു ജനതാദൾ യുണൈറ്റഡ്. ഇപ്പോൾ ഭരണമാറ്റം ഉണ്ടാകും എന്ന് തോന്നിയപ്പോൾ, പ്രത്യേകിച്ച് എടുത്തു പറയണം, അടിവരയിട്ട് പറയണം, അത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം LDF ആണ് ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്ന തോന്നൽ ഉണ്ടായപ്പോൾ അവിടെ ഇരിപ്പുറക്കതായിട്ടുണ്ടോ JDUവിന്? ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതാണ്. രാഷ്ട്രീയമാണ് പ്രധാന വിഷയമായി എടുക്കേണ്ടത്. രാഷ്ട്രീയ നിലപാടുകളിൽ ജനതാദൾ യുവും ജനതാദൾ എസും വ്യത്യസ്തമായ പാതയിൽ ചരിക്കേണ്ടവരല്ല. അവർ ജനതാദൾ യു അതിന് ശേഷമുള്ള കാര്യം അടക്കം നേരത്തെ ആണെങ്കിലും ദീർഘനാളത്തെ സോഷ്യലിസ്റ്റ് പാരമ്പര്യ ആളുകളായിരുന്നു പഴയ സോഷ്യലിസ്റ്റ് ജനതാ പാർട്ടി.
ആ രാഷ്ട്രീയത്തെ പ്രധാനമായി കാണാതെ അധികാരം പങ്കിടുന്നതിനെ പ്രധാനമായി കാണാം. അതുകൊണ്ടാണല്ലോ LDF സീറ്റ് പോരാത്തോണ്ട് അപ്പുറേക്ക് പോവുക. അവിടെയും എന്താ പ്രശ്നം? അവിടെയും രാഷ്ട്രീയമല്ലല്ലോ പറയുന്നത്. സീറ്റ് കിട്ടിയത് മത്സരിക്കാൻ കിട്ടിയതും ജയിക്കുന്നു. അതൊരു നല്ല രാഷ്ട്രീയമല്ല എന്ന് തന്നെയാണ് വിശ്വാസം. എന്നാൽ പോലും ഞാൻ അടിസ്ഥാനപരമായി ഞങ്ങൾ വിശ്വസിക്കുന്നത് അധിക കക്ഷികൾ ഇങ്ങോട്ട് വരാതെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനാവുമെന്ന അവസ്ഥ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ വ്യക്തമാക്കി തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന് പ്രധാന കാരണം UDFന്റെ ഭരണ തകർച്ചയാണ്. അപ്പൊ ഇനി അവിടെ ഇരുന്നു കൊണ്ട് കൂടുതൽ ആ അഴിമതി ഭരണത്തിന്റെ പങ്കാളികളാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് അധിക കക്ഷികൾ ഇല്ലാതെ തന്നെ ഇടതുപക്ഷ മുന്നണിക്ക് അധികാരത്തിൽ വരാം. എന്നാൽ ആ വിജയം ഉറപ്പിക്കാൻ വേണ്ടി അതിന്റെ അടിത്തറ വിപുലപ്പെടുത്തുവാനുള്ള വിശാലമായ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഫെബ്രുവരി മാസം വരെ കിട്ടുന്നതൊക്കെ വാങ്ങുക, അവസാന ഈർക്കിലും വലിച്ചിട്ട് വരാം എന്നാണ് കരുതുന്നതെങ്കിൽ ഇവിടെ ആ സമയത്ത് സ്വീകരിക്കില്ല എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. ഇത് ജനതാദൾ യുണൈറ്റഡിനെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമല്ലേ? ഈ ഘട്ടത്തിൽ അങ്ങനെ വേണമായിരുന്നോ? അതിനെ സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ ഒരു അഭിപ്രായം പറയുന്നില്ല. അത് ഞങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് മറ്റൊരു ഭാഷയിൽ പറഞ്ഞതാണ്. വളരെ മാസങ്ങൾക്ക് മുമ്പ്, കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ പറയുന്നതാണ്, ജനാധിപത്യ സോഷ്യലിസ്റ്റുകൾക്ക് ഈ ആഗോളീകരണ നയങ്ങൾ നടപ്പിലാക്കുന്ന കോൺഗ്രസിനോടൊപ്പം മുന്നോട്ട് പോകാനാവില്ല. കോൺഗ്രസിന് അവരെ ഉൾക്കൊള്ളാനാവില്ല. അവർക്ക് ഇവിടെ അത്രയും വലിയ ആഗോളീകരണത്തിന്റെയും തത്വത്തിന്റെയും ഒന്നും കാര്യമില്ല. ശ്രീ മാത്യു ടി തോമസ്, മന്ത്രിസഭയിൽ ജനതാദൾ യുണൈറ്റഡിന് ഒരു പ്രതിനിധി ഉണ്ടല്ലോ, ശ്രീ KP മോഹനൻ. ഈ പറയുന്ന താങ്കൾ നേരത്തെ പറഞ്ഞ SJD JDS ലയനം ഉണ്ടല്ലോ, അത് സാധ്യമാകാതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ കൃഷിമന്ത്രിയായിരുന്ന KP മോഹനായിരുന്നു. KP മോഹനൻ അന്ന് തന്നെ ആ പാർട്ടിയിൽ സ്വീകരിച്ചിരുന്ന നിലപാട് നമുക്ക് പോകാം, പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് എന്നാണ്. അതുവരെ ഭരണത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും ആസ്വദിക്കുന്നതിനപ്പുറത്തേക്ക് കടുത്ത അഴിമതി ആ വകുപ്പിൽ നടക്കുന്നുണ്ടായിരുന്നു എന്നാണ്. അതാണ് ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. അവസാനത്തെ ഈർക്കിലും ഒരു പുരയാവുമ്പോൾ അതിന് പല പല കാര്യങ്ങളുണ്ടാവുമല്ലോ. ഒരു ഈർക്കിൽ പോലും ബാക്കി വെക്കരുത്, അവസാനത്തെ ഈർക്കിലും വലിച്ചു വരിക. ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് ഇത്തരത്തിൽ അഴിമതിക്കാരാണെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ട് എങ്കിൽ അവരെ സ്വീകരിക്കുന്നത്? കോടിയേരിക്ക് തന്നെ ബോധ്യമുണ്ട് നിങ്ങളെല്ലാം വലിച്ചു കൊണ്ടുവരികയാണ് എന്ന്. എന്നിട്ട് പിന്നെ ഈ ഈർക്കിൽ വരെ വലിക്കുന്നത് വരെ കാത്തിരിക്കുക, എന്നിട്ട് ഈർക്കിലും വലിക്കാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നത് എന്ന് ഇപ്പോൾ 6ാമത്തെ മാസം തോന്നുക. എന്തിനാണ് ഇവരെ സ്വീകരിക്കുന്നത്? ഞാൻ അവിടെയാണ് പറഞ്ഞത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മറ്റാരെയും കൂട്ടാതെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനാവുമെന്ന ഒരു പ്രതീതിയുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരാൻ ചില ആളുകൾ ശ്രമിക്കുമ്പോൾ നിങ്ങളില്ലാതെ ഞങ്ങൾ ജയിച്ചോളാം, നിങ്ങൾ വേണ്ട എന്ന ഒരു നിഷേധാത്മക നിലപാടെടുക്കാതെ അവരെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു വിശാല സമീപനം ഇടതുപക്ഷ മുന്നണി സ്വീകരിക്കുന്നുവെങ്കിൽ ആ വിശാല സമീപനത്തിന് വിരുദ്ധമായ ഒരു നിലപാട് കർക്കശമായി എടുക്കാൻ ഞങ്ങളുടെ പാർട്ടി തയ്യാറാവില്ല. പക്ഷെ ഞങ്ങളുടെ പാർട്ടിയിൽ ചർച്ച ചെയ്യണം. ചർച്ച ചെയ്തതിനു ശേഷം അത് വ്യക്തമാക്കാം. ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, UDFലെ മുഴുവൻ സംവിധാനവും അഴിമതിക്കകത്ത് അകപ്പെട്ടിരിക്കുക. അതിന്റെ ഭാഗമായി അധികം നാൾ ജനാധിപത്യ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ മാറരുത് എന്ന ആഗ്രഹം മാസങ്ങൾക്ക് മുമ്പ് തന്നെ നിയമസഭയ്ക്കകത്തും പുറത്തും ഞങ്ങൾ പ്രകടിപ്പിച്ചതാണ്. ദൗർഭാഗ്യവശാൽ ഇതുവരെ അത്തരത്തിലൊരു മാറ്റം ഉണ്ടായില്ല. തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയത്ത് ഒരു മാറ്റം ഉണ്ടാകുന്നതിന് ജനങ്ങൾ കൂടുതൽ വിശ്വസിക്കില്ല എന്ന കാര്യം കൂടി പരിഗണിക്കുന്നതായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ഷെയ്ഖ് പി ഹാരിസ്, ഇന്ന് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കണ്ടല്ലോ. താങ്കൾ നേരത്തെ സൗണ്ട് ബൈറ്റ് കേട്ടതാണ്. നേരത്തെ ശ്രീ മാത്യു ടി തോമസിൻ്റെ ചോദ്യത്തിൽ ഞാൻ ഒരിക്കൽ കൂടി ഉദ്ധരിച്ചതാണത്. JDU ഒരു തീരുമാനം എടുക്കാൻ പോകുമ്പോൾ JDUവിനെ CPM ഇൻസൾട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾ ദികേശ് ജനതാദൾ യുണൈറ്റഡ് അത്തരമൊരു തീരുമാനങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല, ആലോചിച്ചിട്ട് പോലുമില്ല. ഇന്നലെ കോഴിക്കോട് ചേർന്ന പാർട്ടിയുടെ സംസ്ഥാന സമിതി യോഗം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പാർട്ടിയുടെ സ്ഥിതിയെക്കുറിച്ച് വിലയിരുത്തുന്നതിന് വേണ്ടി കൂടിയ സംസ്ഥാന സമിതി യോഗമാണ്. സ്വാഭാവികമായും ആ യോഗത്തിൽ പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയം, ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നതിന് ശേഷം ഏറ്റവും മോശമായ റിസൾട്ടാണ് പാർട്ടിക്ക് ലഭിച്ചിട്ടുള്ളത്. പാർട്ടിക്ക് സ്വാധീനമുള്ള സോഷ്യലിസ്റ്റുകൾക്ക് എക്കാലവും സ്വാധീനമുള്ള സീറ്റുകൾ വരെ പരാജയപ്പെടുന്ന സാഹചര്യം വന്നു. ആ പരിശോധനയിൽ
പ്രാഥമികമായി ഞങ്ങൾ വിലയിരുത്തിയത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഒരു ഘടകകക്ഷികളെ സ്വീകരിക്കാനുള്ള വിമുഖതയും കാലുവാരലും അവരുടെ റിബൽ പ്രവർത്തനവും ഒക്കെയാണ്. അവസാനത്തെ ഈർക്കിലും വലിച്ച് വരാം എന്നാണ് കരുതുന്നത് എങ്കിൽ ആ സമയത്ത് നിങ്ങളെ സ്വാഗതം ചെയ്യാൻ CPM ഉണ്ടാകില്ല എന്ന് അതിൻ്റെ ഏറ്റവും പരമോന്നത നേതാവ് സംസ്ഥാന സെക്രട്ടറി പദവിയിൽ ഇരുന്നുകൊണ്ട് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറയുമ്പോൾ എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? KP മോഹനൻ എന്ന കൃഷിമന്ത്രി അഴിമതിക്കാരനായിരുന്നു എന്നും അദ്ദേഹം ഇത്രയും കാലം അവിടുന്ന് ഓരോ കഴുക്കോലും വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നും ഇനി ആ അവസാനത്തെ ഈർക്കിൽ വലിച്ച് ഫെബ്രുവരിയിൽ വരാമെന്നാണ് ധരിക്കുന്നത് എങ്കിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യില്ല എന്ന നിലപാട് അദ്ദേഹം സ്വീകരിക്കുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ് ശ്രീ ഷെയ്ഖ് പി ഹാരിസ്? ഇല്ല, നമ്മൾ വരികൾക്കിടയിലൂടെ വായിക്കണ്ടല്ലോ നികേഷേ. അവിടെ കോടിയേരി അത് മാത്രമല്ലല്ലോ പറഞ്ഞത്. കോടിയേരി അവസാനിച്ചത് എന്താണ്? രാഷ്ട്രീയമായി തീരുമാനമെടുക്കണമെന്നാണ്. രാഷ്ട്രീയമായി തീരുമാനമെടുക്കണമെങ്കിൽ അതിൻ്റെതായ സമയങ്ങൾ വേണ്ടേ? രാഷ്ട്രീയമായ തീരുമാനമെടുക്കാൻ ഞങ്ങളിപ്പോൾ UDFന്റെ ഭാഗമായി നിൽക്കുമ്പോൾ നാളെ പറയുന്നതും അതാണ്, നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റും അതാണ്, നേരത്തെ ശ്രീ മാത്യു ടി തോമസ് ചൂണ്ടിക്കാണിച്ചതും അതാണ്. രാഷ്ട്രീയമാണ്. BJPയെയും RSSനെയും എതിർക്കാൻ ഇന്നുള്ള UDFന് കഴിയില്ല. അക്കാര്യത്തിൽ നിങ്ങൾ എടുക്കേണ്ടത് ഒരു രാഷ്ട്രീയ തീരുമാനമാണ്. അല്ലെങ്കിൽ ഭരണ പങ്കാളിത്തത്തിൻ്റെ അവസാനത്തെ ഒരു ടീസ്പൂൺ കൂടി നിങ്ങൾ പ്രതീക്ഷിക്കരുത് എന്നാണ്. അക്കാര്യത്തിലൊരു തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എടുക്കണം എന്നാണ് കോടിയേരി പറയുന്നത്. അതിനോടുള്ള റെസ്പോൺസ് എന്താണ്? അത് BJP അല്ലെങ്കിൽ BJP ഉയർത്തുന്ന സംഘപരിവാർ ഉയർത്തുന്ന വർഗീയ ഫാസിസ്റ്റ് നയങ്ങളെ എതിർക്കാൻ ഇന്ന് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കൊണ്ട് മാത്രം അതിൻ്റെ ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കുമോ? ഇന്ന് ഈ കേരളത്തിൽ മാത്രമല്ലല്ലോ അതിനെ നേരിടാൻ നമ്മൾ ഒരുങ്ങേണ്ടത്. ഇന്ത്യ മൊത്തം ആ ഒരു രാഷ്ട്രീയ സാഹചര്യം വരുമ്പോൾ ദേശീയ അടിസ്ഥാനത്തിൽ തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ്. അത് നമ്മൾ ബീഹാറിൽ കണ്ടതാണ്. ബീഹാറിൽ ഈ വർഗീയ തോമസ് തന്നെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയല്ലോ. അടുത്ത തെരഞ്ഞെടുപ്പിൽ LDFന് ജയിക്കാൻ കൂടുതൽ ഘടകകക്ഷികളുടെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഒരു വിശാല ഐക്യം ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ നെഗറ്റീവായ ഒരു അപ്രോച്ച് LDFൽ എടുക്കില്ല എന്നാണ്. നിങ്ങൾക്ക് കോൺഗ്രസിനോടൊപ്പം പോകണമെങ്കിൽ തുടരാം എന്ന് തന്നെയാണ് കോടിയേരിയും മാത്യു ടി തോമസും ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പക്ഷേ LDFനോടൊപ്പമാണ് വരുന്നതെങ്കിൽ ഇപ്പോൾ തീരുമാനമെടുക്കണം ശ്രീ ഷെയ്ഖ് പി ഹാരിസ്. അല്ല, രാഷ്ട്രീയമായ വിഷയങ്ങൾ അങ്ങനെയൊക്കെ പെട്ടെന്ന് തീരുമാനമെടുക്കാൻ സാധിക്കുമോ? ഞങ്ങളിപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഞങ്ങൾ ഇപ്പോൾ കോടിയേരി പറഞ്ഞതിന്റെ അർത്ഥത്തിലുള്ള ഒരു തീരുമാനങ്ങളൊക്കെ ചവിട്ടി പുറത്താക്കി ഞങ്ങളെ എന്ന് പറഞ്ഞ് ഡോക്ടർ വർഗീസ് ജോർജും ഷെയ്ഖ് പി ഹാരിസും ഉണ്ടായിരുന്നു. ഷെയ്ഖ് പി ഹാരിസും ഞാനും ജയ്ഹിന്ദ് ചാനലിൽ ഇരിക്കുമ്പോഴാണ് മാത്യു ടി തോമസ് രാജിക്കത്തുമായിട്ട് രാജ്ഭവനിലേക്ക് പോകുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ അന്ന് പറഞ്ഞു, കേരള രാഷ്ട്രീയത്തിൽ വിതുമ്പി കരഞ്ഞുകൊണ്ടും ശപിച്ചുകൊണ്ടുമൊക്കെ മന്ത്രിസ്ഥാനം രാജിവെക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. പക്ഷേ പുഞ്ചിരിച്ചുകൊണ്ട് രാജിക്കത്ത് കൊടുത്ത ആദ്യത്തെ ആൾ മാത്യു ടി തോമസാണ്. കാരണം അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാം. കാരണം ഭാര്യയ്ക്കും 2 പെൺകുട്ടികൾക്കും വേണ്ടി അദ്ദേഹം സൽപ്പേര് മാത്രമേ സമ്പാദിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇത്ര ആത്മാർത്ഥമായിട്ട് പാർട്ടി തീരുമാനം നടപ്പാക്കി അദ്ദേഹം രാജിവെക്കുന്നത്. നമ്മുടെ ഈ രാഷ്ട്രീയത്തിൽ അപൂർവം മാന്യന്മാരിൽ ഒരാളാണ് ശ്രീ മാത്യു ടി തോമസ്. ഞാനിപ്പോൾ അദ്ദേഹത്തെ ഈ ചർച്ചയിൽ വെച്ചുകൊണ്ട് നമ്മൾ പോഴുന്നത് ശരിയല്ലെങ്കിൽ പോലും സത്യസന്ധമായിട്ട് ഞാൻ പറയാം, ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി കേട്ടില്ലേ, സത്യത്തിൽ ഇവർക്ക് ഈ ജനതാദൾ യുണൈറ്റഡിനെ സ്വാഗതം ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ട്. എന്നാലും അദ്ദേഹം പറയുകയാണ് എന്താണ്, ഇടതുമുന്നണിയുടെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി, ഫാസിസ്റ്റ് ശക്തികളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി, ഈ അഴിമതിയിൽ ആറാടിയ സർക്കാരിനെ പുറത്താക്കാൻ വേണ്ടി ഞങ്ങൾ ഒരിക്കലും ഇതിനെതിരെ നിൽക്കുകയില്ല എന്നാണ്. ഇതിനു മുമ്പ് നീലോദാസ് നാടാരെ വിളിച്ചപ്പോൾ നാടാർ ഒരു വിധത്തിലും പ്രതികരിക്കാൻ കൂട്ടാക്കിയില്ല. പക്ഷേ മാത്യു എത്ര വ്യക്തതയോട്ടാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നിലപാട് ഇവിടെ സ്പഷ്ടീകരിച്ചത്. ഒരു സംശയമില്ലാത്ത രീതിയിൽ അദ്ദേഹം പറഞ്ഞു, അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ പറഞ്ഞു. പക്ഷേ ഇവർ ഈ വരാൻ പോകുന്ന രാജ്യസഭാ സീറ്റ് കിട്ടുമോ കിട്ടൂല എന്ന് നോക്കിയിരിക്കുകയാണ്. ഇതുവരെ ആരും അത് പറഞ്ഞില്ല. മാത്യു ടി തോമസിന് വേണമെങ്കിൽ പറയാമായിരുന്നു, അത് ഒരു മാന്യനായിട്ട് പറഞ്ഞില്ല. ഞാനൊരു മാന്യനല്ലാത്തതുകൊണ്ട് ഉള്ളതിനും തുറന്ന് പറയുകയാണ്. വീരേന്ദ്രകുമാറും പാർട്ടിയും കാത്തു നിൽക്കുന്നത് രാജ്യസഭാ സീറ്റ് കിട്ടുമോ, കിട്ടുകയാണെങ്കിൽ അവിടെ തുടരാം, കിട്ടിയില്ലെങ്കിൽ ഇങ്ങോട്ട് പോരാം. ഇതാണ് സംഗതി. ലളിതമല്ലേ? സംഗതി വളരെ വ്യക്തമല്ലേ? അങ്ങനെയാണോ ശ്രീ ഷെയ്ഖ് പി ഹാരിസ്? ഓരോ വിഷയം വരുമ്പോഴും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തും ഈ തരത്തിലൊരു ലയന ചർച്ച ഉണ്ടാക്കും, അവസാനം കുറച്ച് സീറ്റും ഒരു ചെയർമാൻ സ്ഥാനവും നേടും, അത് കഴിഞ്ഞ് ആ വിഷയം അവസാനിപ്പിക്കും, അടുത്ത ഘട്ടമാകുമ്പോൾ രാജ്യസഭാ സീറ്റ് എന്ന നിലയിലാണ് നിങ്ങളുടെ ആളുകൾ വിലയിരുത്തുന്നത്.
ഇല്ല അല്ല, ഞാനേറെ ബഹുമാനിക്കുന്ന ആളാണ് അഡ്വക്കേറ്റ് ജയശങ്കർ. പക്ഷേ ജയശങ്കർ വീരേന്ദ്രകുമാർ സാറിനെ കുറിച്ച് അങ്ങനെ പറയാൻ സാധിക്കുന്ന ആളല്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഞങ്ങളങ്ങനെ വിലപേശ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടികളല്ല. സോഷ്യലിസ്റ്റുകളുടെ ചരിത്രം തന്നെ അതല്ലേ നികേഷ്? ഞങ്ങൾ അങ്ങനെ വിലപേശിക്കൊണ്ട് കാര്യങ്ങൾ നേടാൻ വേണ്ടി നിലപാടെടുത്ത രാഷ്ട്രീയ പാർട്ടിയല്ല ഞങ്ങളുടെ പാർട്ടി. തുടരുക. എൻ കെ പ്രേംനാഥ് ടെലിഫോൺ ലൈനിൽ. ശ്രീ പ്രേംനാഥ്, ജനതാദൾ യുണൈറ്റഡ് വരുന്നതിൽ ഞങ്ങളൊരു നെഗറ്റീവായ സമീപനം സ്വീകരിക്കില്ല എന്നാണ് ശ്രീ മാത്യു ടി തോമസ് പറയുന്നത്. അതിനുള്ള സാധ്യത ഉരുത്തിരിഞ്ഞു വരുന്നുണ്ടോ? തീർച്ചയായും അത്തരമൊരു സാഹചര്യം ഉണ്ടാവണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട ശ്രീ മാത്യു ടി തോമസ് അദ്ദേഹം അത് വ്യക്തമാക്കിയിരുന്നു. ജനതാദളിനെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ജനതാദൾ എസ് സ്വാഗതം ചെയ്തിട്ടുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ ഏകദേശം എല്ലാവരും ഇത്തരമൊരു സഖ്യം, ജനതാദൾ പരിവാർ സഖ്യം ഉണ്ടാവണം, കേരളത്തിലും ഉണ്ടാവണം എന്ന് പറഞ്ഞപ്പോൾ ശ്രീ കൃഷ്ണൻകുട്ടി അടക്കം ഞങ്ങളൊക്കെ തന്നെ അവർക്ക് ചർച്ച ചെയ്യണം, വീരേന്ദ്രകുമാറുമായി ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ തയ്യാറാണ് എന്ന് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ മാത്യു ടി തോമസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് പ്രൊവൈഡഡ് കേന്ദ്ര കമ്മിറ്റിയുടെ ഒരു പെർമിഷൻ വേണം. അത് ശരിയാണ്. അത് ഞാൻ പരസ്യമായി ഞാനത് അദ്ദേഹത്തെ അഭിനന്ദിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായും അത് വളരെ ഒരു നല്ലൊരു സമീപനമാണ്. അല്ല ശ്രീ പ്രേംനാഥ്, ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് വീരേന്ദ്രകുമാർ നിങ്ങളുടെ പാർട്ടിയിലേക്കോ ജനതാദൾ എസും JDUവും തമ്മിലുള്ള ലയനമോ അല്ല. അതിന് സാധ്യത കുറവാണ്. കാരണം ജനതാ പരിവാർ ലയനം ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ അലസിപ്പോയല്ലോ. അപ്പോൾ ഇനിയുള്ളത് JDU LDFിലേക്ക് വരിക എന്നുള്ളതാണ്. അതിനുള്ള സാധ്യതകൾ ഉരുത്തിരിയുന്നുണ്ട്. ആ പാർട്ടി ഇപ്പോൾ പരസ്യ ചർച്ചകളിൽ ഏർപ്പെടുന്നു. കോടിയേരി ബാലകൃഷ്ണൻ ആണെങ്കിൽ ഫെബ്രുവരിയിൽ വന്നാൽ പോരാ, വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വരണം എന്ന നിലപാടും എടുത്തിരിക്കുന്നു. പിണറായി വിജയൻ പോലും JDU അങ്ങനെ LDFിൽ വരേണ്ടതില്ലാത്ത പാർട്ടിയല്ല എന്ന നിലപാട്, പക്ഷെ വെറുപിടിച്ചു പോകാനില്ല എന്നുമാണ് പറയുമ്പോൾ അവരാഗ്രഹിക്കുകയാണെങ്കിൽ LDFിലേക്ക് വരാം എന്ന നിലപാട് തന്നെയാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ സംഭവവികാസം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടാകാനിടയുണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? വീരേന്ദ്രകുമാറുമായി സംസാരിച്ചപ്പോൾ അത്തരം സൂചന താങ്കൾക്ക് ലഭിച്ചോ? ഞാൻ വീരേന്ദ്രകുമാറുമായി ഒരു രാഷ്ട്രീയ കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടില്ല. ചില പ്രത്യേക ഒരു സാഹചര്യം മാതൃഭൂമി അവിടെ ഗസ്റ്റ് ഹൗസിൽ പോയപ്പോൾ മറ്റു ഒരുപാട് ആളുകളുണ്ടായി. അവിടെ ചാനലിലെ ആളുകൾ വന്ന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്താണ് അദ്ദേഹം നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ കമ്മിറ്റിയിൽ പങ്കെടുത്തത്? ഞാൻ പറഞ്ഞത് ഞങ്ങൾ പൊതുവെ ആളുകളുടെ അഭിപ്രായം ഞങ്ങളുടെ പാർട്ടിയിൽ ഒന്നായി നിൽക്കണം എന്നുള്ളത് മാത്രമാണ്. ജനതാ പരിവാർ ഉണ്ടാവണം എന്നുള്ളത് അത് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് ശ്രീ മാത്യു ടി തോമസ് പോലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് ഇപ്പോൾ മാറിയിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അല്ല അവർക്കെന്തെങ്കിലും പ്രത്യേക താല്പര്യമുണ്ടായിരിക്കും വീരേന്ദ്രകുമാർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല നോ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ ഇത് മോശമായിട്ടോ ഒന്നും സംസാരിച്ചില്ല. ഞങ്ങളുടെ ഐക്യമുണ്ടാവണം, അല്ലെങ്കിൽ യോജിപ്പെങ്കിലും ഉണ്ടാവണം, കേരളത്തിലും അതുപോലെ തന്നെ ദേശീയത്തിലും. അതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം, അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. ശ്രീ പ്രേംനാഥ്, താങ്കളോട് മാത്യു ടി തോമസിന് തൻ്റെ അധികാരം കുറയുമോ എന്ന് സംശയമുണ്ടോ? അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു കൂട്ടായ്മയ്ക്ക് അദ്ദേഹം കൂട്ടുനിൽക്കാത്തത് എന്ന ചോദ്യത്തിന് ആയിരിക്കാമെന്ന മറുപടിയാണ് താങ്കൾ പറഞ്ഞത്. അല്ല, ഞാൻ ആദ്യം പറഞ്ഞു എനിക്കറിയില്ല. 2 പ്രാവശ്യം പറഞ്ഞപ്പോൾ വീണ്ടും ഒരുപക്ഷെ ആയിരിക്കാം എനിക്കറിയില്ല അതാണ് പറഞ്ഞത്. ശ്രീ മാത്യു ടി തോമസ്, എന്തായാലും LDFിനെ സംബന്ധിച്ചിടത്തോളം വമ്പിച്ച വിജയം എന്നൊന്നും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വിജയത്തെ പറയാനാകില്ല. ഒരുപാട് വിഷയങ്ങൾ തൊട്ടു മുന്നിൽ നിന്നപ്പോൾ ആത്മാർത്ഥമായും സത്യസന്ധമായും നിലപാടെടുക്കുന്നത് LDF ആണ് എന്ന തോന്നൽ കഴിഞ്ഞ 10 വർഷത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രം നോക്കിയാൽ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് LDFിന് അങ്ങനെ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് കിട്ടി. ദേശീയവും സംസ്ഥാന സാഹചര്യവും ഒക്കെ അതാണ്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് 3-4 മാസം ബാക്കിയുണ്ട്. മാർച്ച് മാസത്തിലാണ് വിജ്ഞാപനം ഇറങ്ങേണ്ടത്. അതിനിടയിൽ എന്തും സംഭവിക്കാം. അതുകൊണ്ട് പരമാവധി അടിത്തറ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് CPM ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിന് നിങ്ങൾക്ക് കൂട്ടു നിൽക്കേണ്ടി വരില്ലേ? JDU എങ്കിൽ JDU, RSP എങ്കിൽ RSP, വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ എന്ന നിലയിൽ. ഞാൻ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അടിത്തറ വിപുലപ്പെടുത്തണമെന്ന കാര്യത്തിൽ എനിക്ക് ഭിന്ന അഭിപ്രായമില്ല. പക്ഷെ കൂടുതൽ കക്ഷികളെ ചേർക്കുന്നത് കൊണ്ടാണ് വിജയം ഉറപ്പിക്കുന്നത് എന്നതിനപ്പുറം ഒരു ഞാൻ രാഷ്ട്രീയം തന്നെ പറയുന്നത് ക്ഷമിക്കണം, നിലപാടുകളിൽ വ്യക്തത ഉണ്ടായിക്കൊണ്ട് നമ്മൾ നിലനിൽക്കുന്നത് അഴിമതിരഹിതമായ സുതാര്യമായ സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനത്തിനും അതുപോലെ ഓരോ വിഷയങ്ങളിലും തത്വാധിഷ്ഠിതമായ നിലപാടാണെന്നും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ അവിടെ എത്ര കക്ഷിയുണ്ടെന്നും ആ മുന്നണി എത്രയൊക്കെ സമുദായങ്ങൾ പിന്തുണയ്ക്കുന്നതൊന്നും നോക്കാതെ ഒരു പൊതുസമൂഹത്തിന്റെ സ്വീകാര്യത മുന്നണിക്ക് കിട്ടിയ
ഞാൻ ഇപ്പോഴും 1987 വിജയത്തെ പറ്റി പറയും. അന്ന് ഒരു വർഗീയ കക്ഷി, ഒരു സാമുദായിക കക്ഷിയും ഇടതുപക്ഷ മുന്നണിയുടെ ഒപ്പം ഉണ്ടായിരുന്നില്ല. കാലഘട്ടത്തിൽ എടുത്ത വളരെ ശക്തമായ, വ്യക്തമായ, ദൃഢമായ ചില നിലപാടുകളാണ് 87 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിൽ എത്തിച്ചത്. പക്ഷേ ശ്രീ മാത്യു ടി തോമസ്, അന്നത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ പറയുന്ന ഇടതു സ്വഭാവമുള്ള എല്ലാ കക്ഷികളും അടിയുറച്ചു നിന്നിരുന്നു എന്നാണ്. ഇപ്പോൾ ഇടതു കക്ഷികൾ രണ്ടെണ്ണം, ഇടതുകക്ഷികളെന്ന് സോഷ്യലിസ്റ്റുകളെ പറയാറില്ല എങ്കിൽ പോലും RSP അടക്കമുള്ള കക്ഷികൾ പുറത്താണ്, സോഷ്യലിസ്റ്റുകൾ പുറത്താണ്. ഇപ്പോൾ 87 സാഹചര്യം പോലും ഇപ്പോഴില്ല. പക്ഷെ അതേ സമയം തന്നെ ഞാൻ പറഞ്ഞില്ല, ഇങ്ങോട്ടുള്ള ചർച്ച നടക്കുമ്പോൾ ഇങ്ങോട്ട് വരാൻ താല്പര്യപ്പെടുന്ന ആളുകളെ അകറ്റി നിർത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ എന്റെ വായിൽ നിന്ന് ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിച്ചാണ് നിൽക്കുന്നത്. ഈ കക്ഷികളൊക്കെ അങ്ങോട്ട് പോകേണ്ടി വന്ന സാഹചര്യം രാഷ്ട്രീയമായ സാഹചര്യങ്ങളല്ല. തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനത്തെ സംബന്ധിച്ചുള്ള അധികാരം പങ്കിടുന്ന തർക്കങ്ങളിലാണ് രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അപ്പുറത്ത് പോയത്. പോകാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. നമ്മൾ അടിസ്ഥാനപരമായി ഈ ഒരു പ്രത്യയശാസ്ത്രത്തിലും അതുപോലെ ഒരു തത്വത്തിലും അധിഷ്ഠിതമായ രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിൽ ഒരു സീറ്റിന്റെ പേരിൽ മുന്നണി മാറാൻ പാടില്ലായിരുന്നു. അത് സംഭവിച്ചു പോയ ഒരു ദുരന്തമാണ്. അത് തിരുത്താൻ അവർ തയ്യാറാകുന്നെങ്കിൽ അത് അക്കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല. എനിക്ക് ഒരു വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയുന്നതിന് പരിമിതിയുണ്ട്. ഞാനൊരു പാർട്ടി അധ്യക്ഷനാണ്, മുന്നണി പങ്കെടുക്കുന്ന ആളാണ്. അപ്പോൾ മുന്നണിയുടെയും പാർട്ടിയുടെയും തീരുമാനങ്ങൾക്ക് അനുസൃതമായിട്ടല്ലാതെ എനിക്ക് സംസാരിക്കുന്നതിന് പരിമിതിയുണ്ട്. ശരി, ഡോക്ടർ നീലലോഹിതദാസൻ നാടാർ, JDU മുന്നണിയിലേക്ക് വരുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ തന്നെയും താങ്കൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കുമല്ലോ. മാത്യു ടി തോമസ് പറഞ്ഞു, ഞങ്ങൾ LDFൽ അങ്ങനെ ഒരു വിഷയം ഉയർന്നു വന്നാൽ നെഗറ്റീവായ ഒരു നിലപാടെടുക്കില്ല എന്നാണ്. കോടിയേരി ബാലകൃഷ്ണൻ അല്പം മുമ്പ് പറഞ്ഞത് അവസാനത്തെ ഇർക്കിലിയും വലിച്ച് ഫെബ്രുവരിയിൽ വരാമെന്നാണ് കരുതുന്നത് എങ്കിൽ അങ്ങനെ ഒരു പാർട്ടിക്ക് LDFൽ സ്വാഗതമോതാൻ ഞങ്ങൾ ഉണ്ടാകില്ല എന്ന്. എന്താണ് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ? ഇങ്ങനെ ഒരു കൂടിയാലോചന അകത്തളങ്ങളിൽ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അദ്ദേഹത്തിലേക്ക് മടങ്ങി വരാം. ഷെയ്ഖ് പി ഹാരിസ്, ഇത് പുറത്തുള്ള ചർച്ചകൾ മാത്രമേ ഉള്ളൂ. എല്ലാവരും പബ്ലിക് മീറ്റിങ്ങിലാണ് പറയുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ ആണെങ്കിൽ പൊതുയോഗത്തിൽ പോലും അതെടുത്തു പറയുന്നു. മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്നു. പിണറായി വിജയൻ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്നു. ടെലിവിഷൻ ചർച്ചകളിൽ കഴിഞ്ഞ ദിവസം ഡോക്ടർ വർഗീസ് ജോർജ് അത് സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ മാത്യു ടി തോമസും ടെലിവിഷൻ ചർച്ചയിലാണ്. ഇതിനകത്ത് എന്തെങ്കിലും നടക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഒരു മുന്നണി മാറ്റം ഉണ്ടാകണമെങ്കിൽ അകത്ത് കൂടിയാലോചനകൾ ഉണ്ടാകണമല്ലോ. അകത്ത് കൂടിയാലോചനകൾ ഇല്ലാത്തതുകൊണ്ടാണോ ഇങ്ങനെ പുറത്ത് പറയുന്നത്? ഇല്ലപ്പാ, ഞങ്ങളുടെ പാർട്ടിയുടെ അകത്തും അത്തരത്തിലൊരു ചർച്ചകൾ നടന്നിട്ടില്ലല്ലോ. അതിൻ്റെ ആലോചനകൾ ആരംഭിച്ചിട്ടില്ല, ചർച്ചകൾ നടന്നിട്ടില്ല. അതൊക്കെ രാഷ്ട്രീയമായി ഞങ്ങൾ പിന്നീട് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളായിരിക്കും. ജില്ലാ കൗൺസിൽ യോഗങ്ങൾ വിളിച്ചത് യഥാർത്ഥത്തിൽ മുന്നണി മാറ്റത്തിനുള്ള കളമൊരുക്കാൻ വേണ്ടിയല്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ നികേഷ്, നേരത്തെ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഒരുപാട് ദുരനുഭവങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ജില്ലാ അധ്യക്ഷന്മാരും റിപ്പോർട്ടിംഗ് നടത്തിയപ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ നയപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വേദി എന്ന നിലയിൽ കൂടുതൽ അതിൻ്റെ റിപ്പോർട്ടുകൾ ശേഖരിക്കുന്നതിനും രാഷ്ട്രീയ ചർച്ചയ്ക്കും വേണ്ടിയാണ് ജില്ലാ കൗൺസിൽ യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു ഘടനാപരമായ ആലോചന നടക്കുന്നതിന് വേണ്ടിയാണ് ജില്ലാ കൗൺസിൽ യോഗം തീരുമാനിച്ചത്. ആ യോഗത്തിൽ ചർച്ചകൾ ഏതടിസ്ഥാനത്തിൽ വരുമെന്നറിയത്തില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നാളുകളിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ JDU LDFിലേക്ക് മാറുകയാണ് എങ്കിൽ സർക്കാർ തന്നെ വീഴണ്ടേ? സർക്കാരിൻ്റെ ഭൂരിപക്ഷം വളരെ സംശയാസ്പദമാണ്. കാരണം ജനതാദൾ യുണൈറ്റഡിന് 2 MLA-മാരാണുള്ളത്. ഇപ്പോൾ PC ജോർജ് അയോഗ്യനാക്കപ്പെട്ടിരിക്കുന്നു. ഗണേഷ് കുമാർ ഇപ്പുറത്തേക്ക് മാറിയിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഏതാണ്ട് സ്പീക്കറുടെ കാസ്റ്റിംഗ് വോട്ടിലേക്ക് പോകാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് നമ്മൾ പോകും. ഉമ്മൻചാണ്ടി ആ സമയത്ത് രാജിവെക്കുമോ? ഉമ്മൻചാണ്ടി ആയതുകൊണ്ട് രാജിവെക്കാൻ സാധ്യതയില്ല. സ്പീക്കറെ കൊണ്ട് കാസ്റ്റിംഗ് വോട്ട് ജയിച്ചു, അദ്ദേഹം സർക്കാർ തുടരാം. പിന്നെ ലൂഡി ലൂയിസ് എന്ന് പറഞ്ഞ നമ്മുടെ ആംഗ്ലോ ഇന്ത്യൻ മെമ്പറുടെ പിന്തുണയും ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ടോ മാത്യു ടി തോമസ്, സർക്കാർ തന്നെ വീഴുക എന്നുള്ളത്?
അദ്ദേഹവും ഇല്ല ടെലിഫോൺ ലൈനിൽ. ശാശ്വതി കാനന്ദയുടെ മരണത്തിൽ നിയമപരമായ അന്വേഷണം ഇതുവരെ നടന്നിട്ടില്ലെന്ന് ഹൈക്കോടതി. ക്രിമിനൽ നടപടി ചട്ടപ്രകാരം ഒരു അന്വേഷണവും ഈ കേസിൽ ഉണ്ടായിട്ടില്ല. ശാശ്വതി കാനന്ദയുടെ മരണത്തിലെ ദുരൂഹത നീക്കാൻ പര്യാപ്തമായ അന്വേഷണം ആവശ്യമാണെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ഏത് അന്വേഷണത്തിനും സർക്കാർ തയ്യാറാണെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. ശാശ്വതീകാനന്ദയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. നീന്തൽ അറിയാവുന്ന ശാശ്വതീകാനന്ദ എങ്ങനെ മുങ്ങി മരിക്കുമെന്നത് ഗൗരവമുള്ള ചോദ്യമാണ്. ഈ ദുരൂഹത നീക്കാൻ പര്യാപ്തമായ അന്വേഷണം നടക്കണം. ഈ കേസിൽ ഇതുവരെ നിയമപരമായ അന്വേഷണം നടന്നിട്ടില്ലെന്ന് ജസ്റ്റിസ് ബി കമാൽ പാഷ വിലയിരുത്തി. FIR രജിസ്റ്റർ ചെയ്യാതെ എങ്ങനെയാണ് കേസ് അന്വേഷിക്കുക എന്ന് കോടതി ചോദിച്ചു. മജിസ്ട്രേറ്റ് കോടതിയിൽ FIR രജിസ്റ്റർ ചെയ്താണ് അന്വേഷണം നടത്തേണ്ടിയിരുന്നത്. ഈ കേസിൽ അത്തരമൊരു അന്വേഷണം നടന്നിട്ടില്ല. ക്രിമിനൽ നടപടി ചട്ടപ്രകാരം ഒരു അന്വേഷണം ഈ കേസിൽ നടന്നിട്ടേ ഇല്ലെന്നും കോടതി വിലയിരുത്തി. കുറ്റകൃത്യം നടന്നതിന് തെളിവ് ലഭിക്കാത്തതുകൊണ്ടാണ് FIR രജിസ്റ്റർ ചെയ്യാതിരുന്നതെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ടി അസഫ് അലി കോടതിയെ അറിയിച്ചു. കോടതി നിർദ്ദേശിക്കുന്ന ഏത് അന്വേഷണത്തിനും സർക്കാർ തയ്യാറാണെന്നും DGP വ്യക്തമാക്കി. തുടരന്വേഷണത്തിന് സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ടെന്നും DGP ഹൈക്കോടതിയെ അറിയിച്ചു. അന്വേഷണം നടത്തുന്നില്ലെങ്കിൽ എന്തിനാണ് ക്രൈംബ്രാഞ്ച് കർമ്മപദ്ധതി തയ്യാറാക്കി കോടതിക്ക് സമർപ്പിച്ചതെന്ന് ജസ്റ്റിസ് ബി കമാൽ പാഷ ചോദിച്ചു. ശാശ്വതീകാനന്ദയുടെ മരണത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി വാദം കേൾക്കുന്നതിനായി കോടതി മാറ്റി. റിപ്പോർട്ടർ, കൊച്ചി. SNDP യോഗം മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിദ്യാസാഗർ, ഒപ്പം തന്നെ സന്തോഷ് കുമാർ എന്നിവരാണ് നമ്മോടൊപ്പം ചേരുന്നത്. അഡ്വക്കേറ്റ് ജയശങ്കർ തുടരുന്നു. അഡ്വക്കേറ്റ് വിദ്യാസാഗർ, വളരെ കൗതുകകരമായ നിരീക്ഷണങ്ങളാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നതെന്ന് തോന്നുന്നു. പര്യാപ്തമായ നിയമ സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു അന്വേഷണവും നടന്നിട്ടില്ല എന്നും FIR രജിസ്റ്റർ ചെയ്യാതെ എങ്ങനെ അന്വേഷിക്കുമെന്നും കോടതി ഇപ്പോഴാണ് ചോദിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ സമർപ്പിക്കപ്പെട്ടതാണ്, അതൊക്കെ തന്നെയും മൂടിവെക്കപ്പെട്ടതാണ്. ഇപ്പോൾ അങ്ങനെ ഒരു ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ ഒരന്വേഷണവും അക്കാര്യത്തിൽ നടന്നിട്ടില്ല എന്നാണോ താങ്കൾ മനസ്സിലാക്കുന്നത്? ഒരന്വേഷണവും നടന്നിട്ടില്ല എന്ന കോടതിയുടെ നിരീക്ഷണം പൂർണ്ണമായിട്ടും ശരിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഒരു ആക്സിഡൻ്റൽ ഡെത്ത് എന്ന നിലയിൽ ആണ് ഇതിനെ ആദ്യം മുതൽ വീക്ഷിച്ചിരുന്നത്. ആ നിലയിൽ ഒരു അസാധാരണമായ ഒരു അപകട മരണം, അതിൻ്റെ സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് ഈ അതിൻ്റെ പ്രാരംഭ അന്വേഷണങ്ങളെല്ലാം നടന്നത്. ആ അന്വേഷണം പ്രോഗ്രസ് ചെയ്ത ഘട്ടത്തിലും ഹോമിസൈഡൽ ഡെത്ത് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള തെളിവ് കിട്ടിയില്ല എന്നാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ സമർപ്പിക്കപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഹോമിസൈഡൽ ഡെത്ത് എന്നുള്ള ഒരു സൂചന കിട്ടാത്തത് കൊണ്ട് ആ നിലയ്ക്ക് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് FIR കൊടുത്തിട്ടില്ല. സാധാരണ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ RDOയ്ക്ക് ആദ്യം ഈ അസാധാരണ മരണം എന്ന നിലയിലുള്ള ഒരു റിപ്പോർട്ട് കൊടുത്താൽ, ആക്സിഡൻ്റൽ ഡെത്ത് എന്നുള്ള നിലയ്ക്കുള്ള റിപ്പോർട്ട് കൊടുത്തിട്ട് പിന്നീട് അന്വേഷണത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു ഹോമിസൈഡൽ ഡെത്തിൻ്റെ സൂചന കണ്ടാൽ ആ വിവരത്തിന് ഒരു റിപ്പോർട്ട് കൊടുക്കുകയും ഈ കേസ് ഈ എടുക്കുന്ന FIR അതേപടി അത് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്ന ഒരു നടപടിക്രമമാണ് ക്രിമിനൽ അന്വേഷണ നടപടിക്രമങ്ങളിൽ സ്വീകരിച്ചു വരുന്നത്. സാധാരണ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഹോമിസൈഡൽ ഡെത്ത് എന്ന നിലയ്ക്കുള്ള സൂചന കിട്ടിയില്ല എന്ന് ഉള്ളതുകൊണ്ട് അങ്ങോട്ടേക്ക് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് FIR പോകാനിടയായിട്ടില്ല. FIR ഹോമിസൈഡൽ ഡെത്ത് എന്ന നിലയ്ക്കുള്ള ഒരു FIR ഇതുവരെ രജിസ്റ്റർ ചെയ്യാനിടയാകാത്ത സാഹചര്യത്തിൽ ഒരുപക്ഷെ ആ നിലയിലുള്ള അന്വേഷണം പോയിട്ടില്ല എന്ന് വേണമെങ്കിൽ നിരീക്ഷിക്കാമെന്നല്ലാതെ ഒരന്വേഷണവും നടന്നിട്ടില്ല എന്ന് പറയുന്നത് നിയമപരമായിട്ട് എത്രത്തോളം ശരിയാണ് എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഇവിടെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ആയിക്കൊള്ളട്ടെ, ശ്രീ സൂക്ഷ്മാനന്ദ ആയിക്കൊള്ളട്ടെ, ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് സാക്ഷികളായിക്കൊള്ളട്ടെ, ഇവരോടാരോടും ഈ കാര്യങ്ങൾ ചെന്ന് അന്വേഷിക്കുക പോലും ചെയ്തിട്ടില്ല ക്രൈംബ്രാഞ്ച് സംഘം എന്നാണ് ഇതിനകം തന്നെ വെളിപ്പെട്ടിട്ടുള്ളത്. ഇക്കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നല്ലോ. അത് അന്വേഷിക്കുന്നതിന് വേണ്ടിയാണല്ലോ ഈ ക്രൈംബ്രാഞ്ച് സംഘം നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. കോടതിയുടെ സംശയം ആ നിലയിലേക്കാണ് വളർന്നിരിക്കുന്നത് എന്ന് തോന്നുന്നു. ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞത് ക്രിമിനൽ നടപടി ചട്ടപ്രകാരം അന്വേഷണം നടന്നിട്ടേ ഇല്ല എന്നാണ്. ഇങ്ങനെ ഒരു സംശയമുള്ള ഒരു മരണം, ദുർമരണം, അതും ഒരു സാധാരണക്കാരൻ്റേതല്ല, കേരളത്തിലെ ഏറ്റവും സമുന്നതനായ ഒരു സന്യാസി വരൻ്റെ നിര്യാണമാണ്. അതിൽ സംശയത്തിൻ്റെ നിഴൽ പലരുടെയും മേലെ വീഴുകയും ചെയ്തിരുന്നു. അവരോട് പോയി ചോദിക്കുക പോലും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അവരുടെ മൊഴിയെടുക്കുന്ന ഭാവേനെ പോവുകയും, എന്നാൽ മൊഴിയെടുക്കുന്നതിന് ഞാൻ ഇന്ന രീതിയിലുള്ള സഹകരണവുമായി മുന്നോട്ട് വരാം എന്ന് പറയുമ്പോൾ പോലും അതിൽ നിന്ന് പിൻവലിഞ്ഞ് പിന്നീട് അവർ പറഞ്ഞത് എന്ന നിലയിൽ വേറെ മൊഴി എഴുതുകയും ഒക്കെ ചെയ്യുമ്പോൾ
ഇവിടെ കോടതിയുടെ നിരീക്ഷണം പ്രസക്തമാവുകയല്ലേ ചെയ്യുന്നത്? അത് നികേഷ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുക. ബട്ട് ആ സമയത്തെല്ലാം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്കായിട്ട് അന്വേഷണത്തിനും ഈ അന്വേഷണം ആവശ്യപ്പെട്ട ഇതിന് ദുരൂഹത മാറിക്കാണണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ എല്ലാം മുന്നിൽ ഒരു കനത്ത മതിൽക്കെട്ട് പോലെ ഉയർന്നു വരികയായിരുന്നു. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എ ടിപ്പിക്കൽ കേസ് ഓഫ് ഡ്രൗണിങ് എന്ന് തോന്നത്തക്ക വിധത്തിലുള്ള അതിൻ്റെ സിംറ്റംസ് എല്ലാം കാണത്തക്ക വിധത്തിലുള്ള ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. അപ്പോൾ വെള്ളത്തിനടിയിൽ വെച്ച് മരണം സംഭവിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാകുന്ന ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്ന ആ സംശയങ്ങളെയൊക്കെ ഒരളവ് വരെ അതിന് മുന്നോട്ടേക്ക് നമുക്ക് നമ്മുടെ ബുദ്ധി ചലിക്കാത്ത വിധത്തിൽ അതൊരു വലിയ മതിൽക്കെട്ടായിട്ട് ഉയർന്നു വന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ പിന്നെ നാച്ചുറലി പറഞ്ഞവരോടും ആഫ്റ്റർ ഓൾ ഇതിനകത്ത് വേറെന്താ അപ്പോൾ ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു നിലയിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും പിന്നെ അത് ഏറെക്കുറെ ആ രീതിയിൽ അങ്ങ് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഒരു അന്വേഷണത്തിൻ്റെ വഴിപാടാക്കി അതിനെ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് കോടതിക്ക് തോന്നിയാൽ ശ്രീ സന്തോഷ് കുമാർ, ഇപ്പോൾ ശ്രീ വിദ്യാസാഗർ ചൂണ്ടിക്കാണിച്ച അന്വേഷണം എന്ന വഴിപാട്, ആ അന്വേഷണം എന്ന വഴിപാട് ഒരുപക്ഷെ അക്കാലത്ത് അത് വെള്ളാപ്പള്ളി നടേശന് വേണ്ടിയായിരുന്നു എങ്കിൽ തന്നെയും ഈ രണ്ടാമത്തെ അന്വേഷണ ഘട്ടത്തിൽ ക്രൈംബ്രാഞ്ച് കോടതിയെ ധരിപ്പിച്ചിരുന്നു CBI അന്വേഷണത്തിനുള്ള ഹർജി വന്നപ്പോൾ ഞങ്ങളത് ആ പുനരന്വേഷണത്തിന് വിധേയമാക്കുകയാണ് എന്ന്. പക്ഷേ ഇന്ന് കോടതിയിലെത്തിയപ്പോൾ ഇക്കാര്യത്തിലൊരു പുനരന്വേഷണം തുടങ്ങിയതിൻ്റെ യാതൊരു സൂചനയും പ്രോസിക്യൂഷൻ നൽകുന്നില്ല. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ വേണമെങ്കിൽ കോടതി പറഞ്ഞാൽ ഞങ്ങൾ അന്വേഷിക്കാമെന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വലിയ സമ്മർദ്ദം അത് വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് നിന്ന് എന്നുള്ളത് താങ്കൾ ഒരിക്കൽ സമ്മതിക്കില്ലായിരിക്കും. ഇക്കാര്യത്തിൽ വലിയൊരു സമ്മർദ്ദം പക്ഷേ പല മേഖലകളിൽ നിന്ന് ഉണ്ട് എന്നുള്ളത് വ്യക്തമല്ലേ? നികേഷ്, അത് ഞങ്ങൾക്ക് സമ്മർദ്ദം ചെയ്യാണ്ട് ആരാ ഉള്ളത്? ഇവിടുത്തെ LDFും UDFും ഇവിടുത്തെ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഞങ്ങൾക്കെതിരാണ്. പിന്നെ ആരാണ് ഞങ്ങളെ സഹായിക്കുന്നത്? ആരാണ് ഞങ്ങൾക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നത്? ഇവിടുത്തെ പ്രശ്നം അതല്ലേ, FIR രജിസ്റ്റർ ചെയ്തില്ല എന്ന് പറഞ്ഞത് ശരിയല്ല. അൺനാച്ചുറൽ ഡെത്തിന് FIR എടുത്തിട്ടുണ്ട്. അൺനാച്ചുറൽ ഡെത്ത് ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ അതൊരു കൊലപാതകമാണെന്ന് തോന്നുന്ന തരത്തിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന് മനസ്സിലാക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതേ ഹൈക്കോടതിയാണ് ഈ അന്വേഷണം ക്ലോസ് ചെയ്തുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ ഇതേ ഹൈക്കോടതിയാണ് പറഞ്ഞത്. അപ്പോൾ അന്നിരുന്ന ഹൈക്കോടതിയിലെ ജഡ്ജിമാർക്ക് അറിവില്ലാത്തവരും കഴിവില്ലാത്തവരുമാണെന്നാണോ മനസ്സിലാക്കേണ്ടതെന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഇവിടെ FIR രജിസ്റ്റർ ചെയ്യില്ല എന്നുള്ള നികേഷ് പറഞ്ഞത് ഞാൻ യോജിക്കുന്നില്ല. അൺനാച്ചുറൽ ഡെത്തിന് FIR എടുത്തിട്ടുണ്ട്, അതിന്മേൽ അന്വേഷണം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇതൊരു കൊലപാതകമാണെന്നുള്ളതിലേക്കുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്താൻ കഴിയാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവിധ ഏജൻസികൾ അന്വേഷിച്ചു. വിവിധ അപേക്ഷകൾ പ്രകാരം അന്വേഷണങ്ങൾ നടത്തിയിട്ടാണ് ഇതേ ഹൈക്കോടതി തന്നെ, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ ഇത് അന്വേഷണം അവസാനിപ്പിച്ചത്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള പുതിയ തെളിവുകൾ വരുന്നെങ്കിൽ ഭയപ്പെടുന്നത് ഞങ്ങൾക്ക് സമ്മർദ്ദം ചെലുത്താൻ ആരാ ഉള്ളത്? ഇപ്പം മജിസ്ട്രേറ്റ് കോടതി ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നല്ലോ പെറ്റീഷൻസ്. ഹൈക്കോടതിക്ക് കൂടെ അറിവോട് കൂടിയാണല്ലോ അന്വേഷണം ക്ലോസ് ചെയ്തത്. റിപ്പോർട്ട് നൽകിയത് മജിസ്ട്രേറ്റ് കോടതിയിലാണ്. ഹൈക്കോടതിയിൽ ഇപ്പോൾ എത്തുമ്പോൾ പര്യാപ്തമായ നിയമപരമായ ഒരു അന്വേഷണം നടന്നിട്ടില്ല എന്ന വിലയിരുത്തലാണ് ജസ്റ്റിസ് കമാൽ പാഷ നടത്തിയിട്ടുള്ളത്. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, പര്യാപ്തമായ നിയമപരമായ ഒരു അന്വേഷണവും നടന്നിട്ടില്ല എന്ന് കോടതി വ്യക്തമായി കാണുന്നത്. ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെയോ ഈ പറയുന്ന സൂക്ഷ്മാനന്ദയോ ഈ രണ്ട് സംശയങ്ങളാണല്ലോ ഇപ്പോൾ ആരോപണക്കാരനായ ബിജു രമേശ് ഉയർത്തുന്നത്. ഇവർ രണ്ടുപേരോടും ചോദ്യങ്ങൾ ചോദിക്കാൻ പോലും അന്നത്തെ ക്രൈംബ്രാഞ്ച് സംഘം തയ്യാറായിട്ടില്ല. അല്ല, അതൊക്കെ നികേഷ് ഇതെല്ലാം ചോദ്യങ്ങൾ പലതവണ ചെയ്തതല്ലേ. ഇതൊക്കെ കാലം മാറി വന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഓരോന്നോരോന്നുണ്ടായി വരികയല്ലേ. ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ ഈ പറയുന്ന പൊതുസമൂഹത്തോട് പറയുകയല്ലേ. ഇതെല്ലാം കുറേ നാളുകളായി പ്രബുദ്ധ കേരളം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഇഷ്യൂ ആയി മാറിയത് ഈ അടുത്ത കാലത്ത് SNDP യോഗം ഒരു രാഷ്ട്രീയ ശാക്തീകരണത്തിലേക്ക് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാകുന്നതിനെ കുറിച്ചുള്ള ചിന്തയുണ്ടായപ്പോഴാണ് വിവിധ തലങ്ങളിലുള്ള ആക്രമണങ്ങൾ. LDFും UDFും എല്ലാവരും എല്ലാ ഭാഗത്തും ഞങ്ങളെ ആക്രമിക്കുകയാണ്. ഇപ്പം ശാശ്വതികാനന്ദ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഏതന്വേഷണത്തെ നേരിടാൻ SNDP യോഗത്തിന്റെ ഞങ്ങൾക്ക് എന്ത് ബെനിഫിറ്റ്? പിണറായി വിജയനോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയോ ഉന്നയിക്കുന്ന ആരോപണങ്ങളല്ല ഇത്. വർക്കല ശിവഗിരി മഠം, ശാശ്വതികാനന്ദ സ്വാമിയുടെ കുടുംബം, അത് രണ്ടിനും സ്വാഭാവികമായും
ശാശ്വതികാനന്ദയുടെ മരണത്തിൽ സംശയം പ്രകടിപ്പിക്കാനുള്ള അവകാശമുണ്ട്. ആരുടെയെങ്കിലും സംശയം അവർക്കുണ്ടെങ്കിൽ അതിന് ചൂണ്ടാനുള്ള അവകാശമുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, ക്രൈംബ്രാഞ്ച് കർമ്മപദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് കോടതിയിൽ CBI അന്വേഷണം വന്നപ്പോൾ പറഞ്ഞത്. ഇന്നിപ്പോൾ പറയുന്നത് കോടതി എന്തെങ്കിലും ഒരു അന്വേഷണം പറയുകയാണെങ്കിൽ ഞങ്ങൾ അന്വേഷിച്ചോളാം, ഇപ്പം ഞങ്ങളൊന്നും നടത്തുന്നില്ല എന്നാണ്. അതെങ്ങനെയാണ് കഴിയുക? ഒരു അന്വേഷണ ഒരു ഹർജിയുടെ ഘട്ടത്തിൽ ഒരു നിലപാടും വേറൊരു ഹർജിയുടെ ഘട്ടത്തിൽ വേറൊരു നിലപാടും. അല്ല, ഇതിൽ സംഗതി വേറൊരു കാര്യമാണ്. ഈ സ്വാമി ശാശ്വതികാനന്ദ മുങ്ങി മരിക്കുന്ന സമയത്ത് കേരള മുഖ്യമന്ത്രി A.K. ആൻ്റണിയാണ്. ആൻ്റണിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു സംശയമില്ലായിരുന്നു. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം പോലും ചെയ്യാതെ ബോഡി വിട്ടുകൊടുക്കാം എന്ന നിലപാട് അദ്ദേഹം സ്വീകരിച്ചത്. വിദ്യാസാഗർ SNDP യോഗ പ്രസിഡൻ്റായിരുന്നു. വിദ്യാസാഗർ തൊടുപുഴ ബാറിലെ എണ്ണപ്പെട്ട ഒരു വക്കീലാണ്. ക്രിമിനൽ കേസുകൾ നന്നായിട്ട് നടത്തുന്നത്. അദ്ദേഹത്തിന് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. വെള്ളാപ്പള്ളിയുടെ കാര്യം മാറ്റി നിർത്തുക, ആർക്കും ഒരു സംശയം ഉണ്ടായിരുന്നില്ല. ആലുവയിൽ എത്ര ആളുകൾ കൂടി, ഞാൻ ആലുവക്കാരനാണ്, ആർക്കും യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല സ്വാമി വെള്ളത്തിൽ മുങ്ങി മരിച്ചതാണ്. ഈ സ്ഥലം എനിക്ക് നല്ല പരിചയമുള്ളതാണ്. ഞങ്ങളൊക്കെ കോളേജ് പഠിക്കുന്ന കാലത്തോട്ട് അദ്വൈതാശ്രമത്തിൽ പോയിരിക്കുന്നതാണ്. അവിടുത്തെ സ്വാമി ശിവസ്വരൂപാനന്ദ എൻ്റെ വളരെ നല്ലൊരു സുഹൃത്താണ്. ഈ SNDPക്കാർ പൂർണ്ണമായും ബഹിഷ്കരിച്ച ശിവഗിരി അദ്വൈതാശ്രമത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തിൽ ഞാൻ പങ്കെടുത്താണ്. മനസ്സിലായി, എനിക്ക് നല്ലപോലെ അറിയാവുന്ന സ്ഥലമാണ്. സ്വാമി ശാശ്വതികാനന്ദയെ വെള്ളത്തിൽ മുക്കി കൊല്ലാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അദ്ദേഹം ഒരു 6 അടിക്ക് മേൽ പൊക്കവും 100-110 കിലോ തൂക്കമുള്ള ആളാണ്. മുക്കിക്കൊല്ലെങ്കിൽ കുറഞ്ഞ് 4 പേരെങ്കിലും ഒരുമിച്ച് പിടിക്കും. ഞാൻ പറയട്ടെ, ഇതൊക്കെ വാദിക്കാൻ വേണ്ടി പറയാം, ഓരോരുത്തർക്കും ഓരോന്ന് പറയാം. ഞാൻ ഇദ്ദേഹത്തെ നന്നായിട്ട് അറിയുന്ന ആളാണ്. സ്വാമികളെ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അതൊക്കെ അതിനിപ്പോൾ പരിശോധിക്കപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ആർക്കും ഒരു സംശയം ഉണ്ടായിരുന്നില്ല എന്നുള്ള സത്യമാണ്. സ്വാമിയുടെ ഫസ്റ്റ് കസിൻ കേരള ഹൈക്കോടതിയിൽ അന്ന് ജഡ്ജിയാണ്, ജസ്റ്റിസ് ലക്ഷ്മിക്കുട്ടി. കോടതിയിൽ സിറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് സ്വാമികൾ മുങ്ങി മരിച്ചു എന്നുള്ള വിവരം പറഞ്ഞാൽ അവരപ്പോൾ കോടതിയിൽ ഇറങ്ങിപ്പോയത്. അവർ ഇന്നേ ദിവസം വരെ ഒരു സംശയവും ഉന്നയിച്ച് നമുക്ക് ആർക്കും അറിയില്ല. ഇത്രയും കൊല്ലം ക്രൈംബ്രാഞ്ച് രണ്ടാമത് അന്വേഷിച്ചല്ലേ. VS അച്യുതാനന്ദൻ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നില്ല, അദ്ദേഹത്തിനൊരു സംശയം ഉണ്ടായിരുന്നില്ല. ആർക്കും സംശയം ഉണ്ടായിരുന്നില്ല. സ്വാമികളെ കൊന്നതല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ആരും സംശയം പ്രകടിപ്പിച്ചില്ല. സംശയം പ്രകടിപ്പിച്ച് ഇപ്പോൾ മാത്രമാണ്, അതൊരു സത്യമാണ്. പിന്നെ ആ അദ്വൈതാശ്രമത്തിൻ്റെ കടമെന്ന് പറഞ്ഞൊരു പരസ്യമായ സ്ഥലമാണ്. അതിന് തൊട്ടപ്പുറത്ത് കൊട്ടാര കടമുണ്ട്, ഇപ്പുറത്ത് ഇതിൻ്റെ കടമുണ്ട്, നമ്മുടെ ഗസ്റ്റ് ഹൗസിൻ്റെ, അതിൻ്റെ അപ്പുറത്ത് അമ്പലക്കടമുണ്ട്. ധാരാളം ആളുകൾ പോകുന്ന സ്ഥലമാണ്. പിന്നെ നീന്തലറിയാവുന്നൊരു മുങ്ങി മരിക്കില്ലേ? എനിക്ക് നന്നായിട്ട് നീന്താൻ അറിയാം എന്ന് വെച്ച് മിഥുനമാസത്തിൽ ആലുവ പുഴയിൽ ഇറങ്ങി നീന്തിയാലെങ്കിൽ ഇരിക്കും. ഞാൻ ഈ ചർച്ച നടത്താൻ നിങ്ങൾ വേറെ ആളെ വിളിക്കേണ്ടി വരും. ഇത് ആലുവ പുഴയിൽ എത്ര വെള്ളം, എത്ര ഒഴുക്ക്, എന്താ അതിൻ്റെ സ്ഥിതി? ഞാൻ പറഞ്ഞു, ഇതൊക്കെ താത്വികമായിട്ട് നമുക്ക് പല സംശയങ്ങളും ഉന്നയിക്കാം. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടപ്പോൾ പിന്നെ വിദ്യാസാഗറിൻ്റെ സകല സംശയം തീർന്നു. ഞാൻ പറഞ്ഞത് വിദ്യാസാഗറിന് ഇല്ലാത്ത സംശയം ഇപ്പോൾ അദ്ദേഹത്തിന് സംശയം തോന്നുന്നു. കാരണം ഇപ്പോൾ അദ്ദേഹം വെള്ളാപ്പള്ളിയുടെ എതിർഭാഗത്താണ്. ഇതിനൊക്കെ എന്തെങ്കിലും അടിസ്ഥാനം വേണ്ടേ? പിന്നെ സ്വാമി പ്രകാശാനന്ദയ്ക്ക് അദ്ദേഹത്തിന് ഇപ്പോഴല്ലേ സംശയം ഉണ്ടായത്? ഇതുവരെ ശിവഗിരിയിൽ ഏതെങ്കിലും ഇവരൊക്കെ ഭയങ്കര വിരോധമായിരുന്നു. എൻ്റെ ദികേഷ് അന്ന് കേസിൻ്റെ കുട്ടീശ്വരമല്ലേ. ഞങ്ങൾ സ്വാമി വ്യവഹാരാനന്ദ എന്ന് വിളിച്ചിരുന്നൊരു സ്വാമിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര്, യഥാർത്ഥ പേര് എനിക്കറിയില്ല. ഇദ്ദേഹം എല്ലാ ദിവസവും ഹൈക്കോടതിയിൽ വരും. ഞാൻ കൊടുത്ത പേരാണ് സ്വാമി വ്യവഹാരാനന്ദ. കാരണം വ്യവഹാരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആനന്ദം. അങ്ങനെ സ്ഥിരം കേസായിരുന്നു. അന്ന് യാതൊരു സംശയമില്ലാത്ത സ്വാമിമാർക്കാണ് ഇപ്പോൾ സംശയം. അതിൻ്റെ കാരണം വേറെയല്ലേ. ഞാൻ പറഞ്ഞ സംശയിക്കുന്ന ആർക്കും എപ്പോഴും സംശയിക്കാം. ഇനിയിപ്പോൾ കഴിഞ്ഞ പോലെ സംശയിക്കാൻ വേണ്ടി ഇപ്പോൾ സംശയിക്കാൻ പാടില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ സംശയിക്കാം. പക്ഷേ ഇതിനൊക്കെ എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടെങ്കിൽ നന്നായിരിക്കും, അത്രേ ഉള്ളൂ. അഡ്വക്കേറ്റ് വിദ്യാസാഗർ, ഇക്കാര്യത്തിലൊരു CBI അന്വേഷണം എന്ന ആവശ്യം വന്നിരിക്കുന്നു. ഇപ്പോൾ മറ്റൊരു ഹർജി വന്നിരിക്കുന്നു. ഈ ഒരു വിഷയത്തിലൊരു കൃത്യമായ അന്വേഷണം നടക്കേണ്ടതിൻ്റെ സാഹചര്യത്തിലേക്കാണ് കോടതി വിരൽ ചൂണ്ടുന്നത്. മാത്രമല്ല, നിരന്തരമായി കോടതിയിൽ നിന്ന് ഉയർന്നു വരുന്ന ചോദ്യം നീന്തൽ അറിയാവുന്നയാളെങ്ങനെ മുങ്ങി മരിക്കും എന്നുള്ളതാണ്. മുങ്ങി മരിച്ച നിലയിലല്ല തൊട്ടടുത്ത് ഇരുന്ന സാബു അതിനെ വിശേഷിപ്പിക്കുന്നതും. വലിയ രീതിയിൽ വേറെന്തോ ഒരു ചുഴി രൂപപ്പെട്ടു ആ സമയത്ത് എന്നാണ്. ആ ചുഴി എന്താണ് എന്നറിയുന്നതിന് വേണ്ടിയാണ് ഹൈക്കോടതി ഔത്സുക്യം കാണിക്കുന്നത്. എൻ്റെ മാന്യ സ്നേഹിതൻ മിസ്റ്റർ ജയശങ്കർ പറഞ്ഞതുപോലെ കാര്യങ്ങൾ അതിൽ സ്വല്പ വ്യത്യാസമുണ്ട്. ഈ മരണവുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹത ആ സമയത്തും ഉണ്ട്, അതില്ല എന്ന് പറയരുത്. പിന്നെ ഈ ദുരൂഹത പക്ഷേ ഇതിന് എങ്ങനെ, ഈ റിഡിലിന് എങ്ങനെ ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയുന്ന, നമ്മുടെ മനസ്സിന് ബോധ്യമാകുന്ന, ബുദ്ധിക്ക് ബോധ്യമാകുന്ന തൃപ്തികരമായ ഒരു വിശദീകരണം കണ്ടെത്താനായിട്ട് അന്നും കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. പിന്നെ ഇപ്പോൾ ഇതിനെ പറ്റിയിട്ട് കൂടുതലായ ചർച്ച ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ പോലും ഇതിലെ പല സംശയങ്ങളും ആ കാലത്തും പലരും പല കേന്ദ്രങ്ങളിൽ നിന്നും പിന്നീട് സ്വാമിയുടെ സമാധിയിരുത്തലും അതിനുശേഷമുള്ള ചടങ്ങുകളുമെല്ലാം കഴിഞ്ഞിട്ടുള്ള നാളുകളിൽ പല വിധത്തിലുള്ള സംശയങ്ങൾ ഉയർന്നു വരികയും പല വേദികളിലും അത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്.
പക്ഷെ അതിനെല്ലാം ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു പെരൽ ചൂണ്ടാൻ കഴിയുന്ന വിധത്തിലുള്ള ടാഞ്ചിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽസ് കണ്ടെത്താനായിട്ട് കഴിയാതെ പോയി എന്നുള്ളതാണ് വിദ്യാസാഗർ ഇക്കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഓരോ ഘട്ടത്തിലും അന്വേഷണം എന്ന് പറയുന്നതല്ലാതെ ഒരു അന്വേഷണം കൃത്യമായി നടക്കുന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഹൈക്കോടതിയിൽ ഗവൺമെന്റ് വ്യക്തമാക്കിയതാണ്, ഇതാ ഒരു കർമ്മ പദ്ധതി ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നു. കോടതിയിൽ നിന്ന് ചോദിക്കുകയും ചെയ്തു, നിങ്ങൾ കർമ്മ പദ്ധതി ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് എവിടെ എത്തിയെന്ന്. കർമ്മ പദ്ധതി എന്ന് പറയുന്നു എന്നല്ലാതെ ഒരു അന്വേഷണം നടക്കുന്നില്ല എന്നുള്ളത് കോടതി ആശ്ചര്യകരമായിട്ടാണ് കാണുന്നത്. അന്വേഷണം നടത്തണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, പക്ഷേ അന്വേഷണത്തിലേക്ക് എത്തുന്നില്ല. അതെന്തുകൊണ്ടാണ്? കേരളത്തിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരാൾ മരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന്, അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിന്, പൊതുസമൂഹത്തിന് എല്ലാം സംശയമുണ്ടായിട്ടും അക്കാര്യത്തിൽ എന്തുകൊണ്ടൊരു ധീരമായ നിലപാടെടുത്ത് ഒരു അന്വേഷണത്തിന് മുതിരുന്നില്ല? ധീരമായ നിലപാടെടുത്ത് അന്വേഷണത്തിന് മുതിരേണ്ടത് അന്വേഷണ ഏജൻസിയാണ്. ആ അന്വേഷണ ഏജൻസിയുടെ മുമ്പിൽ എന്തൊക്കെ സമ്മർദ്ദങ്ങളോ സ്റ്റംബ്ലിംഗ് ബ്ലോക്സോ ആണ് ഉണ്ടാകുന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്കറിയില്ല. പക്ഷേ ആ റിപ്പോർട്ട് 15 പേജോ 13 പേജോ ഉള്ള അവരുടെ ക്ലോഷർ റിപ്പോർട്ട് വായിച്ചാൽ ഇത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു വഴിപാട് അന്വേഷണം അവസാനിപ്പിക്കുന്നു. സാധാരണഗതിയിൽ ഒരാൾ കാല് തെറ്റി വെള്ളത്തിൽ മുങ്ങിപ്പോയാൽ സംഭവിക്കുന്ന രീതിയിലുള്ള ഒരു അന്വേഷണം മാത്രമേ അക്കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളൂ. അങ്ങനെ ചുമ്മാ ഒരു കാര്യം തെറ്റി അന്വേഷണം ഒന്ന് വേച്ചു പോയാൽ ഉടനെ മുങ്ങിപ്പോകാൻ സാധ്യതയുള്ള ഒരാളല്ല ശാശ്വതികാനന്ദ സ്വാമി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിന്നെ ആത്മഹത്യ ചെയ്യാനായിട്ട് വിദൂരമായ സാധ്യത പോലും സ്വാമിയെ പരിചയമുള്ളവർക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളതിന് ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത ഒരു ദുരൂഹത, അത് പൊതുസമൂഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും ശിവഗിരി മഠത്തിനും ഒക്കെ ഏറെക്കുറെ തൃപ്തികരമായ ഒരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ കാലഘട്ടത്തിൽ അത്രയും എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്തുകൊണ്ട് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി തന്നെ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരു വിഷയത്തിൽ ആ കാര്യം അന്വേഷിച്ച് തീർക്കണം എന്ന് ആവശ്യപ്പെട്ട് മുന്നോട്ട് വരേണ്ടത് യോഗം തന്നെയല്ലേ? അതെന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്നെ സംബന്ധിച്ചൊരു ചോദ്യം ചെയ്യൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ കുറെ കൂടി കാര്യക്ഷമമായി കാര്യങ്ങൾ മുന്നോട്ട് പോകും. നികേഷ് എപ്പോഴും എന്നും എപ്പോഴും ഇത് ഇങ്ങനെ ഈ ബഹളം ഉണ്ടായപ്പോൾ അപ്പോഴും ജനറൽ സെക്രട്ടറിയും യോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആവർത്തിച്ച് പറയുകയാണ്, ഏതന്വേഷണത്തെ ഞങ്ങൾ നേരിടാൻ തയ്യാറാണ്. CBI അന്വേഷിക്കട്ടെ, ആരെന്താ അന്വേഷിക്കട്ടെ. ഇതെന്താണ് ഇപ്പോൾ ജയശങ്കർ സാർ പറഞ്ഞതുപോലെ ഇതൊക്കെ ഈ അടുത്ത കാലത്തുണ്ടായ ചില സംഭവങ്ങളാണല്ലോ. പ്രകാശാനന്ദ സ്വാമി പോലും ശാശ്വതികാനന്ദ സ്വാമിയോട് പിണങ്ങി സുപ്രീം കോടതി വരെ കേസ് നടത്തുകയും ഏതാണ്ട് 9 വർഷവും 9 മാസവും 9 ദിവസവും അദ്ദേഹം മൗനം കൊടുക്കാതിരിച്ചെന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന അറിവ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. ഇവരെല്ലാം ഇപ്പോൾ ഒന്നാകുന്നത് ആ ചിത്രത്തിലേക്ക് നോക്കൂ. ഇപ്പോഴത്തെ ഋതംബരാനന്ദ സ്വാമിയാണ് അദ്ദേഹത്തിൻ്റെ ആ ബോഡിയുടെ അടുത്ത് നിൽക്കുകയൊക്കെ ചെയ്യുന്ന അദ്ദേഹമാണ്. ഇവർക്കൊക്കെ അന്നില്ലാത്ത സംശയം ഇപ്പോഴുണ്ടെന്ന് പറയുന്നത് എന്താ നികേഷേ? ഒരു മനുഷ്യനെ ഉപദ്രവിക്കുന്നതിനൊരു പരിധിയില്ലേ? ഇപ്പം തന്നെ സാഗർ സാർ തന്നെ അന്ന് യോഗത്തിൻ്റെ പ്രസിഡന്റായിരുന്നു. അദ്ദേഹം എനിക്കറിയാവുന്നതാണ്, വളരെ ലീഡിങ് ക്രിമിനൽ ലോയറാണ്. മർഡർ കേസ് ഉൾപ്പെടെ നടത്തുന്ന വലിയ മഹാനായ ഒരു വക്കീലാണ്. അദ്ദേഹത്തിൻ്റെ ഉൾപ്പെടെയുള്ള പ്രസൻസിൽ നടന്ന ഈ സംഭവം ഇവിടെ എല്ലാവരും ഉണ്ട്, 1-2 പേരല്ല, 10-500 ആൾ ഒതുക്കിയപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇവർക്കൊക്കെ അന്നുണ്ടാവാത്ത സംഭവം ഈ 10-12 വർഷം കഴിഞ്ഞപ്പോൾ ഇത് പൊക്കിപ്പിടിച്ച് വരുന്നത് ഇതിൻ്റെ ഉദ്ദേശം ഗൂഢമാണ്. പിന്നെ ഞങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് SNDP യോഗത്തെ സംബന്ധിച്ച് ഏതന്വേഷണവും ഇന്നലെ തന്നെ സാറിനെ ഞാൻ ശ്രദ്ധിച്ചു, ഒരു ചാനലിലൂടെ കണ്ടതാണ്. VS അച്യുതാനന്ദൻ വെള്ളാപ്പള്ളി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ കാക്കി നിക്കറും വെള്ളയുടുപ്പും ഇട്ടാണ് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ സാറിൻ്റെ ചിരി ഞാൻ ശ്രദ്ധിച്ചു. സത്യം പറയാൻ എനിക്ക് വേദന ഉണ്ടായി സാർ അങ്ങനെ ചിരിച്ചപ്പെടുത്തരുത്. കാരണം സാറിൻ്റെ ആ ചിരി അച്യുതാനന്ദൻ എന്ത് പറഞ്ഞിട്ടാണ് സാർ ചിരിച്ചത്? അപ്പം ഇത് ഇന്നലെ ഇല്ലാത്ത ഇന്ന് കാണുകയാണ്. അത് TV കണ്ട കേരളത്തിലെ ഈഴവ സമുദായങ്ങൾക്ക് മുഴുവൻ വേദനയുണ്ടാക്കിയ സംഭവം. കാരണം തിരുവനന്തപുരത്ത് സമത്വ മുന്നേറ്റ യാത്ര ചെല്ലുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ജയിലിലേക്ക് പോകുന്ന അർത്ഥം, അല്ലെങ്കിൽ RSS ചേരാനായിട്ടാണ് കാക്കി നിക്കറും വെള്ള ഉടുപ്പിടുമെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ സാറ് പൊട്ടി ചിരിച്ച്. ആ പൊട്ടി ചിരിച്ചത് കേരളത്തിലെ സമുദായങ്ങളുടെ ഹൃദയത്തിൽ അത് നൊമ്പരമായി കൊണ്ടു. അപ്പോൾ ഇന്നലെ ഇല്ലാത്ത സാറാണ് ഇന്ന് ഇത് മാറ്റി പറയുന്നത്. അപ്പോൾ ഈ ഡ്യുവൽ പ്ലേ, ഈ വ്യത്യസ്തങ്ങൾ, ഈ ഓരോരോ കക്ഷി വ്യത്യാസങ്ങൾ പറയുന്നു, നാളെ പറയാതിരിക്കുക, ഇതൊക്കെ ഒരു സന്തോഷേ, നല്ല ഫലിതങ്ങളും നല്ല പ്രയോഗങ്ങളും ഒക്കെ കേട്ടാൽ ചിരിക്കാനും ആസ്വദിക്കാനും കഴിയുന്ന ഒരു മനസ്സ് സൂക്ഷിക്കാൻ നമ്മൾ തയ്യാറാകണം, വേണ്ടേ? അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ സ്വീകരിക്കുന്ന നിലപാടുകളുടെ വൈരുദ്ധ്യങ്ങൾ കാണുമ്പോൾ
ആരെങ്കിലുമൊക്കെ അതിനെ ഭംഗിയായിട്ട് തുളഞ്ഞു കയറുന്നത് പോലെ അതിനെതിരെ പ്രതികരിക്കുമ്പോൾ അതിനെ ആസ്വദിക്കാനുള്ള ഒരു കഴിവ് വേണം. സന്തോഷം. നമ്മളൊക്കെ പൊതുപ്രവർത്തനത്തിന്റെ രംഗത്ത് വരുമ്പോൾ ആ മനസ്സിന്റെ ആ കഴിവ് സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കൂ. ഞാൻ വയസ്സ് 10-60 കഴിഞ്ഞെങ്കിലും ഞാൻ ഇപ്പോഴും ആ കഴിവ് സൂക്ഷിക്കുന്നുണ്ട്. താങ്കളും അതിന് പരിശ്രമിക്കണമെന്നാ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ. പക്ഷെ അത് മനസ്സുകൊണ്ട് ആസ്വദിക്കുന്നു. സാറിത് പറയുമ്പോൾ എനിക്ക് ഫലിതമായിട്ട് തോന്നുന്നത് ഒരു മിമിക്രി ആസ്വദിക്കുന്ന മനോഭാവത്തോടു കൂടിയല്ല, അത് ഹൃദയം കൊണ്ട് ആസ്വദിക്കുന്നു എന്നുള്ളതാണ് സന്തോഷിന്റെ പരാതി. മാത്രമല്ല വെള്ളാപ്പള്ളി പറഞ്ഞത്, ഞാൻ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ VS അച്യുതാനന്ദൻ എനിക്ക് ട്രൗസർ അടിച്ചു തരുമോ എന്നാണ്. ട്രൗസർ അടിക്കാൻ ആരോഗ്യം ഉണ്ടാവുന്നില്ല. അതല്ല, വളരെ വളരെ കൃത്യമായിട്ട് ഞാനും വെള്ളാപ്പള്ളി നടേശനും ഞങ്ങൾ എല്ലാവരും ചേർന്ന് ശിവഗിരിയെ കാവ്യവൽക്കരണത്തിന് എതിരെ തടയാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്തൂടെ രഥമുരുട്ടുകയും തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ നിലപാടുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിലപാടിലേക്കാണ് അദ്ദേഹം നീങ്ങുന്നത് എന്നത് വളരെ ഷാർപ്പായിട്ട്, ഒരുപക്ഷെ അപൂർവം ചിലർക്ക് മാത്രം പ്രയോഗിക്കാൻ കഴിയുന്ന ശൈലിയിലൂടെ VS പറഞ്ഞു. അപ്പോൾ VSന്റെ അടുത്ത് നിന്ന് ഞാൻ ചിരിച്ചു എന്നുള്ളതാണ്. സ്വാഭാവികം തന്നെയാണ് ശ്രീ വിദ്യാസാഗർ. വളരെ നന്ദി സഹകരിച്ചതിന്. ഒപ്പം തന്നെ ശ്രീ സന്തോഷ് കുമാർ അഡ്വക്കേറ്റ് ജയശങ്കർ ഈ വിഷയത്തിൽ ഇടപെട്ടത്.